മഴ കഴിഞ്ഞ് മരം പെയ്യും പോലെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കമ്മിറ്റി അംഗത്വങ്ങളെ ചൊല്ലി CPM-ൽ അതൃപ്തി പുകയുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ വിയോജിപ്പ് സംസ്ഥാന സമിതിയിൽ P. ജയരാജനും J. മെഴ്സിക്കുട്ടിയമ്മയും പറഞ്ഞതിന് പിന്നാലെ വർത്തമാനകാലത്ത് നിങ്ങൾ ഈ വിധിയല്ലാതെ എന്ത് പ്രതീക്ഷിച്ചിരുന്നു നിഷ്കളങ്കരെ എന്ന M. സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് P. ജയരാജന്റെ മകൻ ജെയിൻ രാജ് വാട്സ്ആപ്പ് സ്റ്റാറ്റസാക്കി. N. സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതൃപ്തിയുടെ പ്രകടനമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പത്തനംതിട്ടയിൽ കലാപക്കൊടി ഉയർത്തിയ A. പത്മകുമാർ പരസ്യ വിമർശനം തുടരുകയുമാണ്. സമ്മേളനത്തിന് ശേഷം CPM-ൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ, നിരീക്ഷകൻ ഡോക്ടർ ആസാദ്, നിരീക്ഷകൻ ഷേനം പിയേഴ്സൺ, നിരീക്ഷകൻ എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ പ്രേംകുമാർ, സാധാരണ നിലയിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങളിലും പാർട്ടി കോൺഗ്രസുകളിലുമൊക്കെ നയം സംബന്ധിച്ച്, കാഴ്ചപ്പാട് സംബന്ധിച്ച് ഒക്കെയാണ് ചർച്ചകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവുക. ഇതിപ്പോൾ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ് ആ സമിതിയിലെ അംഗത്വത്തെ ചൊല്ലി പരസ്യമായി വിഴുപ്പലക്കൽ ഉണ്ടാവുക എന്നുള്ളത് സാധാരണ നിലയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊന്നും കാണാത്തൊരു കാര്യമാണ്. അതൊരു അസാധാരണ സംഭവ വികാസമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും നയപരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുക. കേരളത്തിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലും അത് തന്നെയാണ് ചർച്ചയായിട്ടുള്ളത്. കൂട്ടത്തിൽ സംഘടനാപരമായ കാര്യങ്ങളും പ്രശ്നങ്ങളും ചേഞ്ചസും ഒക്കെയും ചർച്ച ചെയ്യും. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരിക്കുക അതല്ലാത്ത ഇത്തരം വിഴുപ്പലക്കലുകളുണ്ടോ, പുകയുന്നുണ്ടോ, പെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സമ്മേളനം നടക്കുന്ന സമയത്തും അതിൻ്റെ മുന്നേയൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നിരുന്ന ഇതാ വരാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇൻസിഡൻറ്റ് കൃത്യമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് മിസ്റ്റർ സഖാവ് പത്മകുമാറിനെ കണ്ട് സംസാരിച്ച അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയുകയും ചെയ്തു, ഇതൊരു സംഘടനാ പ്രശ്നമാണ്, ആ പ്രശ്നം സംഘടനാ തലത്തിൽ തന്നെ പരിഹരിക്കുമെന്ന്. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചരിത്രത്തിൽ ആദ്യമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എല്ലായ്പ്പോഴും സംസ്ഥാന സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസും ഒക്കെ നടക്കുമ്പോൾ പരിഗണിക്കപ്പെടും എന്ന് വിചാരിച്ചിരുന്നവർ പരിഗണിക്കപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഒരു അസ്വസ്ഥതയായി വരാം. പക്ഷേ ഈ പരിഗണിക്കലിലും പരിഗണിക്കാതിരിക്കലിലും പ്രത്യേകമായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ P. ജയരാജൻ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിലെ ഏറ്റവും പോപ്പുലറായ നേതാവാണ്. അപ്പോൾ ആ നേതാവ് സർവ്വതാ യോഗ്യനാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ. പക്ഷേ സെക്രട്ടേറിയറ്റിലേക്ക് വന്ന M. ജയരാജൻ അദ്ദേഹത്തെക്കാൾ ജൂനിയറാണ്. P. ജയരാജന് ശേഷം സെക്രട്ടറിയായ ആളാണ് M. ജയരാജൻ. പ്രായം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ് എന്ന് മാത്രമല്ല, P. ജയരാജനെ സംബന്ധിച്ച് ഈ സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് സെക്രട്ടറിയിലേക്ക് എത്താം. കാരണം അടുത്ത സമ്മേളനം ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രായപരിധി അനുസരിച്ച് സംസ്ഥാന സമിതിയിൽ നിന്ന് മാറേണ്ടി വരും. അപ്പോൾ പ്രവർത്തകർ ന്യായമായും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കാതെ പോകുന്ന അങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ പുകച്ചിലൊക്കെ വരിക. അല്ല, ഇത് പ്രവർത്തകർ ന്യായമായി ആലോചിക്കുന്നു, അങ്ങനെ വരേണ്ടതല്ലേ, സെക്രട്ടേറിയറ്റിൽ വന്നാൽ അങ്ങനെ വിരമിക്കാമല്ലോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പുറത്തുനിന്ന് ആലോചിക്കുന്ന കാര്യങ്ങളാണ്. അതായത് സംസ്ഥാന സമിതി ആയിരുന്നാലും സെക്രട്ടേറിയറ്റ് ആയിരുന്നാലും എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. പലതരത്തിലുള്ള പരിഗണനകൾ വെച്ചുകൊണ്ടാണ് ഏത് പാർട്ടി ആയിരുന്നാലും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുക. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിലെ പോലെ ഒരു 500 ആളുള്ള ജംബോ കമ്മിറ്റികളാവും കലാപുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസം പറയുന്ന എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. അത് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാ പാർട്ടികളിലും നിൽക്കുന്ന ഒരു സിസ്റ്റം, നമ്മൾ ജെറോണ്ടോക്രസി എന്ന് പറയുന്ന ഏറ്റവും സീനിയറായ ആൾ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ മരണം വരെ ഇരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ചൈനയിലും സോവിയറ്റ് യൂണിയനിലും ഒക്കെ കണ്ടിട്ടുള്ളത്. കേരളത്തിലാണ് ഒരു പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റം വന്നിട്ടുള്ളത്. പ്രായപരിധി നിശ്ചയിച്ചു. എല്ലാവർക്കും ബാധകമല്ല കേട്ടോ. 80 വയസ്സുള്ള പിണറായി വിജയനാണ് 1-ാം നമ്പർ സംസ്ഥാന കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോയിൽ ഇളവുള്ള ആളും കേരള മുഖ്യമന്ത്രിയും. ഇതാ നിങ്ങളുടെ പ്രശ്നവും. അതായത് 2-ാം വട്ടം പിണറായി വിജയൻ സർക്കാർ വരുമ്പോഴാണ് കഴിഞ്ഞ തവണ മിനിസ്റ്റേഴ്സായ ആരും മിനിസ്റ്റേഴ്സ് ആവേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയെ നിലനിർത്തിക്കൊണ്ട്. അപ്പം നിങ്ങൾ പറയും പുതിയ ആളുകളാണെങ്കിൽ മുഴുവൻ പുതിയതാവണം എന്ന്. അങ്ങനെയല്ലല്ലോ, ഇതൊരു ട്രാൻസ്ഫർമേഷനാണ്. ആ പാർട്ടി തീരുമാനിക്കുന്നതിനനുസരിച്ച് കഴിഞ്ഞ മിനിസ്ട്രി കേസിൽ അങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി തുടർന്നു, മന്ത്രിമാർ മുഴുവൻ പുതിയ ആൾക്കാർ വന്നു. ഈ തവണത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 17 പേരാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ചെറുപ്പക്കാർ കുറേ ആളുകളുണ്ട്, പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസിങ്ങിലേ നടക്കുള്ളൂ. അതേസമയം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 1, 2, 3 ആളുകൾക്ക് എക്സംഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം. ശരി, അതിലേക്ക് വരാം. അവിടെ ശ്രീ N. പിയേഴ്സൺ, എന്തെങ്കിലും പ്രത്യേക താല്പര്യം വന്നിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒഴിവാക്കലുകളിലും കൂട്ടിച്ചേർക്കലുകളിലും അതൊരു പാറ്റേൺ ഉണ്ടോ? നോക്കൂ, മറ്റൊരു വശമുള്ളത്, ഇന്നലെ ഈ പൊതുസമ്മേളനത്തിൽ ഏറ്റവും പ്രോമിനൻസ് കിട്ടിയ നേതാക്കളിൽ ഒരാൾ KK ശൈലജയായിരുന്നു. പിണറായി വിജയന് ശേഷം സംസാരിച്ചത് KK ശൈലജയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് അവർ പുതുതായി എത്തുകയും ചെയ്തു. PK ശ്രീമതി മാറിയപ്പോൾ KK ശൈലജ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. അപ്പോൾ മുമ്പത്തേക്കുള്ള നിരീക്ഷണം ശൈലജ ടീച്ചറെ ഒതുക്കുന്നു തുടങ്ങിയവയായിരുന്നെങ്കിൽ വളരെ പ്രോമിനൻ്റായി ഇന്നലെ അവർ ആ സമ്മേളന നഗരത്തിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആളുകളാവട്ടെ, പോകുന്ന ആളുകളാവട്ടെ, അതൊരു സ്വാഭാവിക പ്രക്രിയ എന്നുള്ള നിലയിലല്ലാതെ ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള ഒഴിവാക്കലാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
അല്ലെ എൻ്റെ ഒരു നിരീക്ഷണം എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിൽ പ്രത്യേകിച്ച് പാർട്ടി സഹാക്കളുടെ ഇടയിലൊക്കെ വരുന്ന അഭിപ്രായം നമ്മൾ ചർച്ച ചെയ്യാം എന്നതല്ലാതെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്കകത്തുള്ള ബാലൻസിങ് സിസ്റ്റം അനുസരിച്ചൊക്കെ ആയിരിക്കും പാർട്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ അതെപ്പോഴും പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അതേപോലെ തന്നെ മറ്റ് നിരീക്ഷകരുടെ മുന്നിലും ഒക്കെ ശരിയാകണം എന്നില്ല. ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം എന്ന് പറയുന്നത് പിണറായിക്ക് താല്പര്യമുള്ളതായിട്ടുള്ള ആളുകൾ മാത്രമാണ് അങ്ങനെ പരിഗണിക്കപ്പെടുകയും അല്ലാത്ത ആളുകൾ പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ചർച്ച സഹാക്കൾക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് പി ജയരാജൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് നമുക്കറിയാം പത്തനംതിട്ടയിലെ പത്മകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ എതിർ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിലുള്ള സങ്കടം, എതിരെന്ന് പറയുന്നതിനേക്കാൾ വലിയ സങ്കടം എന്ന് പറയുന്നതായിരിക്കും കുറേ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ സഹാക്കളും പലതരത്തിൽ പാർട്ടിക്കകത്ത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പിണറായി വിജയനും അങ്ങനെ തന്നെയാണ്, ജി സുധാകരനും അങ്ങനെ തന്നെയാണ്, പി ജയരാജനും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഒരു പൊതു തത്വം നമ്മൾ നിലവിൽ വന്നാൽ ആ തത്വത്തിനനുസരിച്ച് എല്ലാവരും തന്നെ പ്രവർത്തിക്കേണ്ടതാണ്, എല്ലാവർക്കും ആ തത്വം ബാധകമാകേണ്ടതാണ്. അങ്ങനെ ബാധകമാകാതെ വരുമ്പോൾ മാത്രമാണ് അവശബ്ദങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിത്തീരുന്നത്. ഇവിടെ എല്ലാ തരത്തിലും വലിയ പരിഗണന കിട്ടുന്ന നേതാവായിട്ട് പിണറായി വിജയൻ നിലനിൽക്കുകയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ വലിയൊരു കൂട്ടമായിട്ട് ഈ സംവിധാനം മൊത്തം മാറുന്നു എന്ന് പറയുന്നതായിട്ടുള്ള സംശയം അകത്തും പുറത്തും നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്ന സാഹചര്യത്തിൽ ഉള്ള ഒരു അസ്വസ്ഥതയാണ് പൊതുവെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടപ്പെടുന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന ആ സഹാക്കൾക്ക് അവരുടെ സങ്കടങ്ങളും അവരുടെ പരിദേവനങ്ങളൊക്കെ പറയുന്നതിനുള്ള ഒരു സംവിധാനം പാർട്ടിക്കകത്തുണ്ടാവണം. അത് പാർട്ടിക്കകത്തില്ലാതെ വരുമ്പോഴാണ് അവർ ഫേസ്ബുക്കിൽ കയറി അവരുടെ സങ്കടങ്ങളിൽ രേഖപ്പെടുന്നത്. കുറേ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അത് അവർക്ക് തന്നെ മാറ്റേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് തന്നെ പറയേണ്ടി വരും എനിക്കെതിരെ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നടപടി ഉണ്ടായാലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതില്ലേ എന്ന്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ കാണുന്നത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു സംവിധാനം പാർട്ടിക്കകത്തില്ല. അതെന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ പോലും അടുത്ത സമ്മേളനത്തിന് മുമ്പെങ്കിലും അങ്ങനെയുള്ള അവരുടെ ആവലാതികൾ കേൾക്കാനും അവരെ അമിക്കബിളായിട്ടുള്ള രീതിയിൽ പാർട്ടിക്കൊപ്പം നിർത്താനായിട്ടുള്ള സംവിധാനം പാർട്ടിക്കകത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒന്ന്. രണ്ട്, പ്രത്യേക പരിഗണനകൾ കിട്ടുന്ന ചില ആളുകൾ, ഒരു പരിഗണന കിട്ടാതെ പുറത്താക്കപ്പെടുന്നതായിട്ടുള്ള കുറേ ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ പരിഗണന കിട്ടപ്പെടുന്നു എന്ന് പറയുന്ന ചോദ്യം, അതിന് ഉത്തരം നൽകാനായിട്ട് തീർച്ചയായിട്ടും നിലവിലുള്ള സംവിധാനത്തിന് കഴിയേണ്ടതാണ്. അങ്ങനെയൊക്കെ കഴിയുമ്പോൾ മാത്രമാണ് അത് കുറ്റമറ്റതായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യാതൊരു വിധത്തിലും കുഴപ്പമില്ലാത്തതായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. അത് ആ രീതിയിൽ ഉള്ള ഒരു ബാലൻസിങ് സിസ്റ്റം വരാതെ പോകുമ്പോഴാണ് ഇതെല്ലാം തകരാറിലായി മാറിത്തീരുക. എല്ലാ പാർട്ടികളിലും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്ര പ്രായം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും അവർ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് എല്ലാ പാർട്ടികളും തീരുമാനിക്കുകയും പാർട്ടി പ്രവർത്തനം അതൊരു കരിയറായി മാറിയ കാലമാണ്. നമ്മൾ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക പ്രായം നിശ്ചയിച്ചിരിക്കുന്നു, അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞു വേണം. ഈ പൊളിറ്റിക്സും കരിയറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു പ്രൊഫഷനാണ്, അതൊരു ജോലി പോലെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ നിന്നവർ എന്ന് വിരമിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടികളിലും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, വീർപ്പൂട്ടലുകൾ, ശ്വാസം മുട്ടലുകൾ അതൊന്നും നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി ഡോക്ടർ ആസാദ്, ഇത് വളരെ ചെറിയൊരു കാര്യം മാത്രമല്ല. CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ എടുത്താൽ ഇപ്പോൾ യാതൊരു തരത്തിലും പ്രശ്നങ്ങളില്ല എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഫേസ്ബുക്കിൽ ചെഗുവേരയുടെയും അല്ലെങ്കിൽ മറ്റു ചിലരുടെയും ഒക്കെ ചില കോട്ട്സ് ഇങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നു, പരോക്ഷമായി പറഞ്ഞു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് 3 പതിറ്റാണ്ട് മുമ്പ് കൊല്ലത്ത് ഇതുപോലെ ഒരു സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അവിടെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരം നടന്നു, ഒരാൾ ജയിച്ചു, അന്ന് വരണാധികാരി വോട്ട് മുക്കി എന്നവരെ ആക്ഷേപം നേരിട്ടു. ഒരു തരത്തിൽ കലുഷിതമായ അന്തരീക്ഷം നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാം. പാലക്കാട് സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരം നടന്നു, മത്സരിച്ച ആളുകൾ വിജയിച്ചു. കണ്ണൂരിൽ ഒരു ശാന്തതയുണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ട് മലപ്പുറം സമ്മേളനം വരെ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ആലപ്പുഴ സമ്മേളനത്തിൽ VS-ന്റെ ഇറങ്ങിപ്പോക്ക് വരെ സംഭവ ബഹുലമോ പ്രശ്ന കലുഷിതമോ ആയിരുന്ന സംഘടനാ സമ്മേളനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പരോക്ഷ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടില്ലേ? അത് അഭിലാഷ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റ് ജനാധിപത്യ പാർട്ടികളിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്നത് അത് മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിപ്പടുക്കുന്ന ഒരു പ്രസ്ഥാനം ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു പ്രസ്ഥാനത്തിന് അധികാരം മുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് തടസ്സമില്ലാത്ത, വിള്ളലുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ ആ സ്തൂപികാസദൃശ്യമായ സംഘടനാ രൂപത്തെ നിലനിർത്തി കൊണ്ടുപോകണം.
ഇപ്പോൾ മുകൾ തട്ടിൽ ഭിന്നിപ്പുണ്ടായതാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ 90-കൾ മുഴുവൻ പാർട്ടിയിലെ വലിയ വിഭാഗീയതയായിട്ട് കലാശിച്ച് അടിത്തട്ടുള്ള പ്രശ്നങ്ങളല്ല, അത് മേൽത്തട്ട് തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനെ അതിജീവിച്ച് വരുന്ന ഒരു ലീഡർഷിപ്പ് മേൽത്തട്ടിൽ വിശ്വസ്തരെ കൊണ്ടുവന്ന് നിറയ്ക്കാൻ ശ്രമിക്കും, അത് സംശയമൊന്നുമില്ല. അങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെ അതിന് കൂട്ടുനിന്ന ആളുകൾ, അതിനൊപ്പം നിന്ന ആളുകൾ, അവർ ഓരോരുത്തർ തടയപ്പെടുന്നു എന്ന വികാരം വരുമ്പോൾ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അതാണ് പത്മകുമാർ ആണെങ്കിലും ജയരാജനാണെങ്കിലും ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നം. അവർ ചെയ്തപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CKP പത്മനാഭൻ എവിടെയാണ് ഇരിക്കുന്നത്? ഈ സംസ്ഥാനത്തെ കർഷക പ്രസ്ഥാനത്തിൻ്റെയും പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഇരിക്കേണ്ട CKP പത്മനാഭനെ തടയുന്ന സമയത്ത് P ജയരാജനൊരു തരം ആശങ്കകളുമില്ല, പിന്നെ ഈ പത്മകുമാറിനില്ല, അതുപോലെ ആർക്കുമില്ല. അപ്പോൾ ഇത് അവനവൻ്റെ മേത്തേക്ക് വരുമ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഇവർക്കുള്ളൂ. വാസ്തവത്തിൽ അതൊരു പ്രശ്നമേ അല്ല ഇന്നത്തെ അവസ്ഥയിൽ. കാരണം ഇത് ഇത്തരത്തിലൊരു സംഘടനാ രൂപത്തിൻ്റെ സ്ഥിതി ഇതാണ്. ഇത് വളരെ വലിയ, അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 91 കോഴിക്കോട് സമ്മേളനം മുതൽ 95 കൊല്ലത്താണെങ്കിലും 98 പാലക്കാടാണെങ്കിലും കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങൾ, അത് കഴിഞ്ഞ് KN രവീന്ദ്രനാഥിനെ പോലെ ഒരു വളരെ മുതിർന്ന നേതാവിന് 2 കൊല്ലം ഘടകമില്ലാതെ മാറ്റിവെച്ചപ്പോൾ ആർക്കും അമർഷം ഉണ്ടായില്ല. സമർ മുഖർജിയെ പോലെയുള്ള ഒരു വലിയ കൺട്രോൾ കമ്മീഷൻ നേതാവ്, പാർട്ടിയുടെ നേതാവ്, കൺട്രോൾ കമ്മീഷൻ ചെയർമാനായിരുന്നു. അന്ന് ഇന്നത്തെ കൺട്രോൾ കമ്മീഷൻ അല്ല, പാർട്ടിയുടെ സകല ഘടകങ്ങൾക്കും മീതെ അധികാരം ഉണ്ടായ 14-ാം പാർട്ടി കോൺഗ്രസ് അങ്ങനെ തീരുമാനിച്ച കൺട്രോൾ കമ്മീഷന്റെ ചെയർമാനായിരുന്നു സമർ മുഖർജി. സമർ മുഖർജിയുടെ കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ, അവഗണിച്ച, അതായത് സംഘടനാപരമായി തെറ്റാണ് ചെയ്യുന്നത്, സംഘടനാപരമായി നടപ്പാക്കേണ്ടതാണ്, അത് അവഗണിക്കാൻ അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അതായത് സംഘടനയ്ക്ക് ദോഷമുണ്ടാവുന്ന അതിൻ്റെ തന്നെ നിയമാവലികൾ ലംഘിക്കപ്പെടുന്ന സമയത്തും അത് ചില ആളുകളുടെ പക്ഷത്തേക്ക് വിഭാഗീയമായി ചേർന്ന് നിൽക്കുമ്പോഴും ഈ പറയുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോഴാണ് പ്രശ്നം പലതും മോഹിക്കുന്നുണ്ട്. മറ്റ് പലരെയും നേതാവിനെ സംബന്ധിച്ച് അവർക്ക് പഥ്യമുള്ള ആളുകൾ നേതൃസ്ഥാനങ്ങളിലേക്ക് വരിക എന്നുള്ള പാറ്റേൺ ആണല്ലോ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് പാലക്കാട് VS അച്യുതാനന്ദൻ ആയിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ട് മലപ്പുറം മുതൽ പിണറായി വിജയനായിരുന്നു. അവരുടെ വിശ്വസ്തർ പ്രധാനപ്പെട്ട കമ്മിറ്റികളിലേക്ക് വരും, അത്ര താല്പര്യമില്ലാത്തവർ കുറച്ച് തഴയപ്പെടും. ഈ ഒരു പാറ്റേൺ നമുക്ക് എല്ലാ കാലത്തും കാണാമല്ലോ. അത് എല്ലാ കാലത്തും എന്നല്ല, മിക്കവാറും 80-കളുടെ അവസാനം മുതൽ 87 മുതൽ, അതിൻ്റെ 87 മുതൽ എന്നുള്ളത് പറയാൻ കാലത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യമായി CPM-നകത്ത് ആദ്യമായി അതിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിൽ ഒരു വിഭാഗീയത പ്രകടമായി വന്നു. ഇപ്പോൾ 87-ലെ 13-ാം പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് കഴിഞ്ഞതിന് ശേഷം അന്ന് നായനാർ ഭരണമാണ്. ആ ഭരണത്തിലുള്ളവർ പാർട്ടി സ്ഥാനങ്ങളിലേക്കും പാർട്ടി സ്ഥാനങ്ങളിലുള്ളവർ ഭരണത്തിലേക്കും പോകണം എന്ന് തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി 4 വർഷം മാത്രം കഴിഞ്ഞപ്പോൾ ഒരു ടേം പൂർത്തിയാക്കിയില്ല നായനാർ സർക്കാർ. അതിന് മുമ്പ് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു ഫലം കണ്ട് നേരിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് 91-ൽ പോവുകയും ചെയ്തു. അത് നമ്മുടെ മുന്നിൽ കണ്ടതാണത്. അവിടെ നിന്ന് അങ്ങോട്ട് അതുവരെ ഇല്ലാത്ത ഒരു സ്വഭാവം അത് വരുന്നു. ഞാൻ വിചാരിക്കുന്നത് അത് വ്യക്തികേന്ദ്രിത വിഭാഗീയത മാത്രമല്ല, അത് വളരെ ബോധപൂർവം 90-കൾക്ക് ശേഷം ലോകത്തെമ്പാടും വരുന്ന ഒരു സാമ്പത്തിക ഘടനാപരമായ പരിഷ്കാരത്തിനൊക്കെ അനുകൂലമായ രീതിയിൽ നമ്മുടെ വികസ്വര രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വരെ ഉടച്ചു വാർക്കപ്പെടുന്നുണ്ട്. അത് ഉടച്ചു വാർക്കപ്പെടുന്നു, ഒന്ന് വളരെ പെട്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ പതുക്കെ ആയിരിക്കാം. ഇത് പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവരുടെ പ്രകടമായ ഇടപെടലുകൾ, ഈ താല്പര്യങ്ങളുടെ ഇടപെടൽ കാണുന്നുണ്ട്. ഈ താല്പര്യങ്ങളുടെ സംഘർഷം വാസ്തവത്തിൽ ഇതൊരു പ്രധാന ഘടകമാണ്. ഇവരുടെ നേതാക്കന്മാരുടെ, ഇപ്പോൾ VS അച്യുതാനന്ദനെ പോലെ ഒരാൾ ആദ്യകാലത്ത് എടുത്ത നിലപാട് കോഴിക്കോട് സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോൽക്കുകയും തോറ്റ് വിഷണ്ണനായി മടങ്ങുന്ന അദ്ദേഹം 95-ൽ കൊല്ലത്ത് ഈ മത്സരത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവിടെ താങ്കൾ പറഞ്ഞ പോലെ ലോറൻസ് തോറ്റു എന്നും തോറ്റില്ല എന്നും പറയുന്നുണ്ട്. പത്മലോചനം തോൽക്കുന്നു. അവിടെ EMS 13-ാം സ്ഥാനത്തേക്ക് പോകുന്നു. അങ്ങനെ EMSനെ പോലെ ഒരാൾ പോലും ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വേണ്ട എന്ന് വോട്ട് ചെയ്തു എന്ന് വളരെ സങ്കടപൂർവ്വം ഹർകിഷൻ സിംഗ് സുർജിത്ത് പിൽക്കാലത്ത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ പരിശോധിക്കണം, EMS വേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക്. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന 13 പേരെങ്കിലും ഇവിടെ ഉണ്ടായല്ലോ. അപ്പോൾ ഈ VS അച്യുതാനന്ദൻ്റെയും നേതൃത്വത്തിൽ പാലക്കാട് സമ്മേളനത്തിലെ ഈ ജനാധിപത്യ ലംഘനം വരെ അത് എത്തി നിന്നതിന് ശേഷം VSന്റെ കൂടെ ഉണ്ടായിരുന്നവർ VSന് മേൽ ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. ഈ VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പഴയ രാഷ്ട്രീയ പ്രയോഗങ്ങളുടെയും അനുഭവത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ഭാരം അല്ലെങ്കിൽ ഒരു അനുഭവം അയാൾക്കൊപ്പമുണ്ട്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട്
നേരത്തെ 89 കാലത്ത് സോവിയറ്റ് യൂണിയൻ സംഭവിച്ചതുപോലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് മേൽ ബഹുജന സംഘടനകളുടെ, യുവജന സംഘടനകളുടെ ഒരു പ്രത്യേക ബഹുജന രാഷ്ട്രീയം പാർട്ടിയിലേക്ക് അരച്ചു വരുന്നു. അത് പാർട്ടിയിലെ നേതൃത്വത്തിലേക്ക് വരുന്നു. ഇതൊരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അത്ര അനുഗുണമായതല്ല, ശീലമുള്ളതുമല്ല. പക്ഷെ അത് സംഭവിക്കുന്നു. അവിടെ വർഗരാഷ്ട്രീയം തൊഴിലാളി വർഗത്തിൻ്റെ മേഖലയിൽ നിന്ന് വളർന്നു വരുന്ന രാഷ്ട്രീയം മാറുന്നു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? തൊഴിലാളി വർഗം എന്നൊന്നുണ്ടോ, അതിനേക്കാൾ അപ്പുറം ഒരു മധ്യവർഗത്തെയല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആ മധ്യവർഗത്തിന് അനുകൂലമായല്ലേ പാർട്ടി നിലപാടെടുക്കേണ്ടത്? എന്നിടത്താണ് ഇപ്പോൾ CPM നിൽക്കുന്നത്. വാസ്തവത്തിൽ CPM-നകത്തെ പ്രശ്നം അതാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊല്ലം പാർട്ടി സമ്മേളനത്തിൽ എന്തോ പ്രത്യേകത നടന്നു. ഞാൻ വിചാരിക്കുന്നില്ല. കൊല്ലം സമ്മേളനത്തിൽ ഒരു നയംമാറ്റം ഉണ്ടായിട്ടില്ല. കൊല്ലം സമ്മേളനത്തിൽ എന്തേലും പ്രത്യേകം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ അവിടെ ഉള്ളത് എല്ലാ കാലത്തും ഇപ്പോൾ ലീഡർഷിപ്പിലുള്ള ഒരാളുടെ പാർട്ടിയാണോ ഇത്? നമ്മൾ എന്ന് പറയുന്നത് എന്താ? പാർട്ടി നിയോഗിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, പാർട്ടി നിയോഗിക്കുന്നു ഓരോ ഉത്തരവാദിത്വം, അത് നിർവഹിക്കുന്നു. ഒരാൾ 70 വയസ്സായി 75 വയസ്സായി മാറുന്നെങ്കിൽ മാറാം, പുതിയൊരാൾ പോകുന്നു. അവിടെ നടപ്പാക്കേണ്ടത് എന്താ? വ്യക്തിയുടെ കാര്യങ്ങളല്ല, അവിടെ നടപ്പാക്കേണ്ടത് പാർട്ടി തീരുമാനം. കൊല്ലം സമ്മേളനത്തിൽ അത് എങ്ങനെയൊക്കെ പ്രയോഗത്തിൽ വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു ചർച്ച ആകാവുന്നതാണ്. ഇവിടെ ഡോക്ടർ പ്രേംകുമാർ, പാർട്ടി നിയോഗിക്കുകയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ പറയുമ്പോഴും മനുഷ്യരാണല്ലോ, വ്യക്തിപരമായ വൈകാരികതയുണ്ട്. ഈ സമ്മേളനം കഴിഞ്ഞ് ഞാൻ ശ്രീമതി ടീച്ചറോട് ചോദിച്ചു, ഇതൊരു വൈകാരിക മുഹൂർത്തമാണല്ലോ എന്ന്. അതെ, ഇതൊരു വൈകാരിക മുഹൂർത്തമാണ്. ഇനി എല്ലാ ആഴ്ചയും തിരുവനന്തപുരത്തേക്ക് വരണ്ടല്ലോ, ഞാൻ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പോവുകയാണ് എന്നാണ് ടീച്ചർ പറയുന്നത്. AK ബാലൻ ഇറങ്ങുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അതിലൊരു നമ്മളത് അങ്ങനെ ഒന്നും പാടില്ല. കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ജനസിൽപ്പെട്ട നിലയിൽ ജീവിക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അതിനപ്പുറത്ത് ഇപ്പോൾ പോകുന്ന ആളുകളൊക്കെ അവരുടെ നല്ല കാലത്താണ് പോകുന്നതെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഇന്ന് AK ബാലൻ പറഞ്ഞൊരു കാര്യം, അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം ഭരണഘടനാപരമായി തന്നെ. ഭരണഘടനാപരം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയല്ല, പാർട്ടി ഭരണഘടന അനുസരിച്ച് ഞങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംവിധാനം വേണമെന്ന് സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിരുന്ന ആളുകൾക്ക് തന്നെ തോന്നുന്ന നിലയിൽ ഇതിപ്പോൾ കുറച്ച് ആളുകളെ പറിച്ചെറിഞ്ഞ് കളഞ്ഞതുപോലെ ആയോ എന്നൊരു സംശയം വരാമല്ലോ. അല്ല, ആളുകൾ വലിയൊരു പരിധിവരെ വൈകാരിക രീതിയിൽ പ്രതികരിക്കുന്നതാണെന്നുള്ള അഭിലാഷിന്റെ അഭിപ്രായത്തിനോട് യോജിക്കാൻ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ, റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് പോലെ അത്ര ഒബ്ജക്റ്റീവായിട്ടൊന്നും ആളുകൾക്ക് പറ്റില്ല. ഇപ്പം എം. ഗോവിന്ദ മാഷ് ആ പ്രസംഗത്തിൽ സമാപന സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള വ്യക്തികളെ, ഈ സൊസൈറ്റിയിലുള്ള, ഈ ബൂർഷ്വാ സൊസൈറ്റിയിലുള്ള അത്തരത്തിലുള്ള ആളുകളെ രാഷ്ട്രീയവൽക്കരിച്ച് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ്, ഉത്തരവാദിത്തമാണ് പാർട്ടി ചെയ്യുന്നത്, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്. അതിനർത്ഥം 100% ആളുകളും ആ ഒരു അവസ്ഥയിലെത്തും എന്നുള്ളതല്ല. സ്വാഭാവികമാണ് നിങ്ങൾ പറയുന്ന പോലെ. സഖാവ് AK ബാലന്റെ കേസ് SFI കാലം തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് പോലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി അതിലുള്ള സങ്കടം എന്നുള്ളതല്ല. ഇത്രയും കാലം തന്നെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്തം മാറുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്ന വളരെ വളരെ പോസിറ്റീവായ ഒരു വൈകാരികതയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിപ്പം ഈ വൈകാരികത കൂടിപ്പോയിട്ടുള്ള വലിയ പ്രശ്നമുണ്ട്. അതായത് ഒരു കാലത്ത് പാർട്ടിയുടെ എല്ലാമായിരുന്ന, പാർട്ടിക്ക് ബുദ്ധി എന്താ പറയുക ഉപദേശിച്ചു കൊടുത്തിരുന്ന എങ്ങോട്ട് നടക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചില ഘട്ടങ്ങളിൽ അതിൽ നിന്ന് അവരുടെ കുഴപ്പം കൊണ്ടോ പാർട്ടിയുടെ കുഴപ്പം കൊണ്ടോ വേറെ ആരുടെയെങ്കിലും കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ടോ പുറത്താവുന്നു. പിന്നെ ജീവിത അവസാനം വരെ ഈ പാർട്ടി ശരിയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു വല്ലാത്തൊരു വൈകാരികതയുടെ, വല്ലാത്തൊരു നിരാശയുടെ, വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്. NPS പറയുന്നത് ശരിയാണ്. ഇങ്ങനെ സങ്കടമുള്ള ആളുകളെ ശ്രദ്ധിക്കാനും നോക്കാനും ഒക്കെ ഒരു സംവിധാനം വേണം. ഞാൻ എപ്പോഴേ പറയുന്നതാണ്, അത് പാർട്ടിയിൽ നിൽക്കാം, പാർട്ടിയുടെ ആളാവാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഘട്ടത്തിൽ അതിന് പുറത്തായി പോയിട്ട് ജീവിതകാലം മുഴുവൻ സങ്കടവും കൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPIM-നും. ഡോക്ടർ ആസാദ് പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതേ അനീതി മറ്റാളുകൾക്ക് നേരെ നടന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ പുറത്തുപോയ സമയത്ത് പരാതി പറയാത്ത പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ ആസാദിനെ പോലെ പാർട്ടിയിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ആൾ പാർട്ടിക്കാരനല്ലാതാകുമ്പം പത്മകുമാറിന് പരാതി ഉണ്ടായിരുന്നില്ല, അയാൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പക്ഷെ അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ വരാതിരിക്കുമ്പം അയാൾ അതിൻ്റെ സങ്കടം പ്രകടിപ്പിക്കുന്നു, അതിലൊരു പ്രശ്നമുണ്ട്. പക്ഷെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നിങ്ങളൊക്കെ ഈ സങ്കടവും വൈരാഗ്യവും വെച്ചുകൊണ്ട് പാർട്ടിനെ പറഞ്ഞ് നന്നാക്കിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ പാർട്ടിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുമില്ല. ഇത് വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റീൻ്റെ അകത്ത് ഉൾപ്പെടാത്തതിൽ ഒരു സഖാവ്, ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ, 50 വർഷം പാരമ്പര്യമുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ പരസ്യമായിട്ട് Facebook പോസ്റ്റ് എഴുതി താൻ ചെയ്തത് ശരിയല്ല, സംഘടനാ രീതി അനുസരിച്ച് ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇത് അനുനയമല്ല, എനിക്കെതിരെ പാർട്ടി സംഘടനാപരമായി നടപടി എടുക്കണം എന്ന് പറയുന്നു. അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയുന്നു ഇത് സംഘടനാപരമായി പരിഹരിക്കേണ്ട പ്രശ്നമാണ്, പ്രശ്നമില്ലെന്നല്ല പറയുന്നത്. പത്മകുമാറിന് തോന്നുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മകുമാറിന്റെ വീട്ടിൽ BJP നേതാക്കൾ എത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി
അവിടുത്തെ പ്രസിഡന്റ് തുടങ്ങിയവർ, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തുകയാണത്രേ. ഇപ്പോൾ CPM-ന്റെ MLA ആയിരുന്ന, CPM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ നേതാവായിരുന്ന ആൾ പാർട്ടി സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം ഉച്ചയ്ക്ക് ഇറങ്ങി പോകുന്നു, പിറ്റേ ദിവസം BJP-ക്കാർ വരുന്നു എന്നുള്ള നിലയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയവും മാറിയിട്ടുണ്ട്. ശ്രീ പ്രേംകുമാർ, അല്ല, അത് സത്യമാണ്. ബി ജെ പിയുടെ ഭയങ്കരമായ സന്നാഹം വെച്ചുകൊണ്ട് അവർ സമീപിക്കാത്ത ആളുകളില്ല. എല്ലാ പാർട്ടികളിലുമുള്ള ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാവുന്ന, നിരാശ ബാധിക്കുന്ന ആളുകളെ സമീപിക്കുക എന്നുള്ളതാണ് BJP-യുടെ വലിയൊരു മെത്തേഡ്. അത് CPM മൊത്തത്തിൽ ശരിയില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ആളുകൾക്കും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നതും ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി കൊടയും കൊണ്ടുവരുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നതും ഇതിനേക്കാൾ മെച്ചപ്പെട്ട തിയറി പറയുന്ന ആളുകൾ തന്നെയാണ്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയ ബ്രാഞ്ചിൽ പ്രവർത്തിക്കാൻ പാർട്ടി എന്നെ അനുവദിച്ചാൽ ഞാനത് ചെയ്യുമെന്നാണ്. ഇനി നാളെ അദ്ദേഹം കോൺഗ്രസിലോ BJP-യിലോ CPI-യിലോ എവിടെ പോവുകയാണെങ്കിലും അത് അദ്ദേഹം പറയുന്നത് വരെ നമുക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സങ്കടവും വലിയ നിരാശയുമാണ്. അത് എല്ലാ പാർട്ടികളും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ NM പിയേഴ്സൺ, ഇതിൽ മോഹത്തിന്റെയും മോഹഭംഗത്തിന്റേതുമായ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഈ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ MLA ആക്കുന്നു, 91 മുതൽ 96 വരെ MLA ആവുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്ന ജയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജയിക്കാൻ പറ്റാത്ത മണ്ഡലത്തിലാണ് വീണ ജോർജിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും 2 തവണ ജയിക്കുകയും ചെയ്തത്. അവിടെ സ്വന്തം നിലയിൽ പത്മകുമാറിന്റെ സ്വന്തം സ്ഥലമാണ് ആറന്മുള. അവിടെ അദ്ദേഹത്തിന് ഇനി ടിക്കറ്റ് കൊടുത്താലും ജയിക്കാൻ പറ്റുന്ന സാഹചര്യമില്ലല്ലോ. അപ്പോൾ മറ്റു തരത്തിലുള്ള മാർഗങ്ങൾ സ്വാഭാവികമായും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിർത്തി ജയിപ്പിക്കാൻ പറ്റില്ല എന്നാവുമ്പോൾ ദേവസ്വം ബോർഡ് കൊടുക്കുന്നു. ദേവസ്വം ബോർഡ് അദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോഴാണ് വളരെ സുപ്രധാനമായ ശബരിമല വിധി വരുന്നത്. അദ്ദേഹം വല്ല പുരോഗമന നിലപാടെടുത്തോ? എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളാരും ശബരിമലയിൽ പോകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ദേവസ്വം ബോർഡ് ചെയർമാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുടുംബത്തിലെ സ്ത്രീകളൊക്കെ ഇദ്ദേഹത്തിന്റെ അനുവാദം അനുസരിച്ചാണോ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റിന്റെ നിലപാടാണെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെ പാർട്ടിക്ക് ഇത്രയും കാലം ഉണ്ടാക്കിയ തലവേദനയൊക്കെ അദ്ദേഹമായി കൊണ്ടുപോകുമോ, അതോ ഇനിയിപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്ന പോലെ അച്ചടക്ക നടപടി എടുത്ത് ഒഴിവാക്കണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇതുപോലെയുള്ള അവസരവാദമുള്ള ആളുകളൊക്കെ അവരുടേതായ നിലപാടുകളോ അസംതൃപ്തിയോ പറയുമ്പോൾ അതിനൊരു വിപ്ലവമായി കാണേണ്ടതുണ്ടോ? അത് വിപ്ലവമായിട്ടും നമ്മൾ കാണേണ്ടതില്ല. 52 വർഷക്കാലം CPM-നകത്ത് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിലപാടുകൾ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ CPM എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനാ സംവിധാനത്തിന് എത്രമാത്രം കഴിഞ്ഞിരിക്കുന്നു എന്ന് പരിശോധിക്കാവുന്ന ഒരവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 52 വർഷം കൊണ്ട് പത്മകുമാർ എന്ന് പറയുന്ന ഒരാളെ കമ്മ്യൂണിസ്റ്റ് ബോധത്തിനും കമ്മ്യൂണിസ്റ്റ് നിലപാടിനും അനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കാനായിട്ട് CPM-ന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് CPM-ന്റെ പരാജയമായിട്ട് നമ്മൾ കണക്കാക്കുന്നതായിരിക്കും നല്ലത്. പത്മകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാ മനുഷ്യരാണ്. ആ മനുഷ്യർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അവർ രൂപപ്പെട്ടു വരുന്നത്, അവർ ശരിയായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തിച്ചേരുന്നത് അവർ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പാർട്ടിക്കകത്തുള്ള സംഘടനാ സംവിധാനത്തിൻ്റെയും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ സാധ്യതകളുടെയും വ്യാപനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അത് ഈ 52 വർഷക്കാലമായിട്ട് പത്മകുമാറിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയാതെ പത്മകുമാർ എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യനെ നഗ്ന മനുഷ്യനായിട്ട് വിടുകയും അദ്ദേഹത്തിൻ്റെ വൈകാരികമായിട്ടുള്ള ഭാവങ്ങൾ പ്രകടമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്താൽ ആ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. അതിന് നിരാശരാണ് അല്ലെങ്കിൽ നിരാശ കൊണ്ട് നിലവിളിക്കുന്നതാണ് എന്ന് പറയുന്ന ഡോക്ടർ പ്രേംകുമാറിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് നമുക്കതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും കൊടുക്കാനായിട്ട് കഴിയില്ല. എനിക്ക് എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ ഒരു നിരാശയും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വിഭാവന ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഈ പാർട്ടി നിൽക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് നിരാശയുടെ പ്രശ്നങ്ങൾ തോന്നും. പക്ഷേ എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് എൻ്റെ വീട്ടിലൊരു BJP-കാരനും വന്നില്ല, എൻ്റെ വീട്ടിൽ മറ്റൊരു പാർട്ടിക്കാർക്കും വരാനായിട്ട് കഴിയുമായിരുന്നില്ല. കാരണം ഞാൻ ആരാണ് എന്ന് ഞാൻ കേരളത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നതാണ്. അത് ഡോക്ടർ പ്രേംകുമാറിന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് മനുഷ്യന് കഴിയുന്നത്. അവർക്ക് വ്യക്തമായിട്ട് അവരുടെ ജീവിത കാഴ്ചപ്പാടുകൾ പാകപ്പെടുത്തിയെടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ചോദിക്കുന്നതായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്ത് ഒരു പ്രശ്നമില്ല. എനിക്കൊരു നിരാശയും ഈ കാര്യത്തിലില്ല. പത്മകുമാർ പോകുന്നതിൻ്റെ പേരിൽ എനിക്ക് നിരാശയില്ല. P. ജയരാജനെ പുറത്താക്കിയതിൻ്റെ പേരിൽ എനിക്ക് പ്രശ്നങ്ങളില്ല. യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് നിന്ന് മാത്രമേ അനുഭവിച്ചറിയാൻ പാടുള്ളൂ എന്ന് കരുതേണ്ടതില്ല. അകത്തു നിന്നും പുറത്തു നിന്നുമാകാം. ഞാൻ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അകത്ത് കിടന്ന് അല്ലല്ലേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിരന്തരമായിട്ട് ഇടികൊണ്ട് പുറത്തു വരികയും കമ്മ്യൂണിസത്തെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുകയൊക്കെ ചെയ്തതാണ്.
എന്നാലും ഡോക്ടർ പ്രേമകുമാറിന് അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമോ പാരമ്പര്യമോ അവകാശപ്പെടാനില്ല. കാരണം ഇയാൾ ഇതിനകത്ത് കയറിയിരുന്ന് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ CPM നിന്ന് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തി പിടിച്ചെടുക്കേണ്ടതെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അങ്ങനെയുള്ള അവസരവാദികളുടെ ഓപ്പർച്യൂണിസ്റ്റുകളുടെ ഒരു സഹായത്താൽ മാത്രം നിലനിന്നു പോകുന്ന ഒരു സംവിധാനമായിട്ട് ഈ പാർട്ടി മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നിലവിളികളും നിരാശകളാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിന് നിരാശയില്ലാത്തത് ഇദ്ദേഹം ആശയത്തിൻ്റെ വലിയ വലിയ തരത്തിലുള്ള ആശകളുടെ പുറത്ത് സഞ്ചരിക്കുകയും ആ ആശകൾ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതിന് സഹായകരമായിട്ട് പാർട്ടി മാറുകയും ചെയ്യുന്നുള്ളത് മാത്രമാണ്. പാർട്ടി അങ്ങനെയല്ല മാറേണ്ടത്. പാർട്ടി സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ഏറ്റവും അടിത്തട്ടിൽ പടക്കുന്നതായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനമായി, ഒരു ഉപകരണമായി മാറിത്തീരുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കൊരു വാർത്ത, ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാലുണ്ട്. അഭിലാൽ, പത്മകുമാറിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ BJPയുടെ ഒരു സംഘം, ഒരു ഡെലിഗേഷൻ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്മകുമാറിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ? അദ്ദേഹം ജില്ലാ കമ്മിറ്റി കഴിയും വരെ കാക്കും എന്നാണ് രാവിലെ പറഞ്ഞിരുന്നത്. 2 പേർ മാത്രമാണ് പത്മകുമാറിന്റെ വീട്ടിലെത്തി കണ്ടത്. BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് VO സൂരജ്, പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഐരൂർ പ്രദീപ് എന്നീ 2 പേരാണ് എത്തിച്ചേർന്നത്. വൈകുന്നേരം 6:50 ഇരുവരും 15 മിനിറ്റ് സമയത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങുകയാണ് ഉണ്ടായത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതും അതോടൊപ്പം തന്നെ അവരെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയ പാർട്ടി തീരുമാനത്തെ വിമർശിച്ചതിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങളും കാരണങ്ങളും പത്മകുമാർ അവരോട് വിശദീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ചേർന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം അവരെ അറിയിച്ചു എന്നുള്ളതാണ് അനൗദ്യോഗികമായി BJP നേതാക്കൾ പങ്കുവെക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിന് നേരിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ 12-ാം തീയതി പാർട്ടിയുടെ എന്ത് തീരുമാനമാണ് പുറത്തു വരുന്നത് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പരസ്യ പ്രതികരണമായതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അച്ചടക്ക നടപടി എടുക്കാതിരിക്കുക എന്നൊരു കാര്യമില്ല. കാരണം അച്ചടക്ക നടപടി അനിവാര്യമാണ്. കോംപ്രമൈസ് എന്നുള്ളത് സാധാരണ നിലയിൽ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഇല്ലാത്തതാണ്. അപ്പോൾ അദ്ദേഹത്തെ ബ്രാഞ്ച് സമിതിയിലേക്ക് തരം താഴ്ത്താനാണ് എല്ലാ സാധ്യതയും. എൻ്റെ ചോദ്യം, ആകാംക്ഷ, ഇദ്ദേഹം അങ്ങനെ ഒരു നടപടി സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടാണ് ഇത് പറയുന്നത് തന്നെ. ആ നടപടി ഉണ്ടായാൽ അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളതാണ്. BJPയുടെ ഈ ഓഫർ സ്വീകരിക്കും. അദ്ദേഹത്തിന് ഈ ശബരിമല സമരകാലത്ത് കടുത്ത അതൃപ്തികൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല BJP ഒരു കൂളായിട്ടുള്ള സമീപനമായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനോട് അക്കാലഘട്ടത്തിൽ സ്വീകരിച്ചത്. അതെ, ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് എൻ്റെ വീട്ടിൽ നിന്നും ആരും ശബരിമലയിലേക്ക് പോവുകയില്ല എന്നുള്ള തീർത്തും ഒരു വിശ്വാസിയായി ആദ്യം അദ്ദേഹം പ്രതികരിച്ചു. പക്ഷേ അത് പാർട്ടിയിൽ അവമതിപ്പ് ഇടയാക്കിയ സാഹചര്യത്തിൽ വിശ്വാസിയായിരുന്നിട്ട് കൂടി അവിശ്വാസി എന്നുള്ള നിലയിൽ പിന്നീട് അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നിരുന്നു. അതോടുകൂടി CPM നേതൃത്വത്തിൽ അദ്ദേഹം അനഭിയുക്തനായി തുടങ്ങി എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമായിരുന്നത്. സമീപകാലത്ത് അദ്ദേഹം ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്ന ആളാണ്. പക്ഷേ നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. മറ്റൊരാളെ രാജു അബ്രഹാമിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ചുരുക്കത്തിൽ പാർട്ടിയിൽ അദ്ദേഹം അത്ര ആകാതായ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിവിട്ട പ്രധാനപ്പെട്ട പ്രതികരണമാണ്. അത് BJP അടക്കം സംഘപരിവാർ ശക്തികൾ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം തന്നെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും 12-ാം തീയതി ഈ വിഷയം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി പറഞ്ഞത്. ഒരുപക്ഷെ സംസ്ഥാന നേതാക്കളിൽ ആരെങ്കിലും കൂടി പങ്കെടുക്കുന്ന ഒരു യോഗമായി കൂടി അത് മാറാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ദിവസത്തേക്ക് ഈ ചർച്ച മാറ്റിവെക്കും. ചുരുക്കത്തിൽ അദ്ദേഹം നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംഭവിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും നടപടി എന്തായാലും ഉറപ്പാണ്. ആ നടപടിക്ക് ശേഷം എന്ത് എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ട കാര്യവുമാണ്. പത്തനംതിട്ടയിൽ നിന്ന് BJPക്ക് ഒരാളെ കിട്ടുമോ എന്നുള്ളത് അറിയാം. ഒരു ചെറിയ ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയത്. ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ ആസാദ്, ഇവിടെ ഈ ഏറ്റവും ഒടുവിലത്തെ CPMന്റെ കൊല്ലം സമ്മേളനത്തിൽ അതിന്റെ സംഘടനാ റിപ്പോർട്ടിലെ 47-ാമത്തെ ഖണ്ഡിക പാർലമെന്ററി അവസരവാദത്തെക്കുറിച്ചായിരുന്നു. പാർട്ടി സഖാക്കൾക്കിടയിൽ പാർലമെന്ററി വ്യാമോഹവും അതുപോലെയുള്ള പ്രവണതകളുണ്ട്. ഒരു സ്ഥാനം കിട്ടിയാൽ എല്ലാ കാലവും ആ സ്ഥാനം വേണം, അതുപോലെ ആ സ്ഥാനത്തേക്ക് വരാനുള്ള ആഗ്രഹം, ഇവ രണ്ടും പാർട്ടി അഭിസംബോധന ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒഴികെ ബാക്കിയെല്ലാം പുതുമുഖങ്ങളായതെന്നും 2 ടേം നിബന്ധന കർശനമാക്കി പുതിയ ആളുകൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തതെന്നും ഒക്കെ പാർട്ടി വിശദീകരിക്കുന്നുണ്ട്. ഈ നിലപാട് തുടരും എന്നും. പാർലമെന്ററി മോഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് പോയേക്കാം, പത്മകുമാർ പുറത്തേക്ക് പോയേക്കാം. അത് പണ്ട് P ജയരാജൻ ഒരു സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതുപോലെ കൂടം കൊണ്ടടിക്കുമ്പോൾ കീടം തെറിക്കുന്നതാണോ?
അഭിലാഷ്, പത്മകുമാർ പോവും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ജാഗ്രതക്കുറവ് എന്നുള്ളതിന് പല അക്കോമഡേറ്റ് ചെയ്യാനുള്ള പല സംഗതികളുണ്ട്. അദ്ദേഹത്തിനൊരു ജാഗ്രതക്കുറവ് പറ്റിയാൽ അദ്ദേഹത്തിൻ്റെ സമീപനത്തിനനുസരിച്ച് വേണമെങ്കിൽ അതിനകത്ത് നിർത്തിക്കൊണ്ടു പോവാം. പക്ഷെ പുറത്തു പോകാൻ താല്പര്യം തോന്നാനുള്ള സാധ്യത അധികമാണ് പത്മകുമാറിനെ പോലെ ഒരാൾക്ക്. കാരണം പാർട്ടിയിലെ ഈ RSSനോട് ചേർന്ന് പോകാൻ മട്ടിൽ ആയിത്തീർന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലൊരാളെ ആയിട്ട് പത്മകുമാറിനെ കാണാം. നമ്മൾ കുറച്ച് മുമ്പ് നടന്ന വിവാദമൊക്കെ തീർച്ചയായിട്ടും അതിനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പോയേക്കാം. പക്ഷെ നടപടി ഉണ്ടാവും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. മാത്രം ഞാനിതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് വല്ലാതെ തെറ്റിദ്ധരിച്ചു. എനിക്ക് ഒക്കെ നിരാശയുണ്ട് എന്നൊക്കെ പറയുന്ന ആശ വേറെ തരം ആശയില്ല ഉള്ള ആളുകൾക്ക് തോന്നുന്നതാണ്. അതിപ്പോൾ PS പറഞ്ഞോട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ KN രവീന്ദ്രനാഥിൻ്റെയും സമർ മുഖർജിയുടെ കണ്ടോ കമ്മീഷനൊക്കെ ചില കൃത്യം ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത്. ഞാൻ CPMൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. CPMനോട് എനിക്കൊക്കെ ഉണ്ടായിരുന്ന വിയോജിപ്പ് അതിൻ്റെ ഒരു സവിശേഷമായ കാലത്തുണ്ടായതാണ്. അന്ന് അത് വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ. പക്ഷെ ഇന്നതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമായതിനു ശേഷമുള്ള ഒരു ഫാസിസ്റ്റ് അധിനിവേശ കാലത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ CPMനോട് യോജിച്ചു പോയില്ല എന്നൊന്നും ഒരു തീർച്ചയുമില്ല. നമ്മൾ നിർബന്ധമായും അതിന് മാറി നിൽക്കുന്ന ആളല്ല, മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോയ ആളുകളുമല്ല. നമ്മൾ നിൽക്കുന്നത് അതത് കാലത്തെ സന്ദർഭത്തിനനുസരിച്ച് തന്നെയാണ് നിലപാടെടുക്കുക. CPMനോട് ശാശ്വതമായൊരു വിരുദ്ധ സ്വഭാവമല്ല. ഒരുപക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഫാഷിസത്തിൻ്റെ മൂർത്തമായ അനുഭവം, ഫാഷിസമായില്ലെന്നാണ് പാർട്ടി പറയുന്നത്, എന്തായാലും മൂർത്തമായ ഒരു അനുഭവ ഘട്ടത്തിൽ വരുമ്പോൾ അതിനേക്കാൾ ഭീകരമായ ഫാഷിസ്റ്റുകളാവില്ല ഇവരെന്ന പുനഃപരിശോധനയ്ക്ക് തയ്യാറാവുന്ന സമയമാണെങ്കിൽ നമ്മളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുക. സംശയമൊന്നും വേണ്ട. അതൊരു കാര്യം അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, എനിക്ക് തോന്നുന്നു കൊല്ലം സമ്മേളനത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾക്ക്. ആ മെസ്സേജ് എനിക്ക് തോന്നുന്നത് കണ്ണൂരാണെങ്കിലും ജയരാജൻ മാറുന്നതുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. 5 പേര് കണ്ണൂർ ജില്ലയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. EP ജയരാജൻ ഉൾപ്പെടെ PBയിലേക്ക് വരാനുള്ള സാധ്യത അതിലുണ്ട്. KK ശൈലജയെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സെൻട്രലിൽ കേരളത്തെ നയിക്കുന്ന പാർട്ടിയുടെ 1ാം നിര നേതാക്കന്മാരായിട്ട് പിണറായി കഴിഞ്ഞാൽ EP ജയരാജനും KK ശൈലജയും ഉണ്ട്. ഗോവിന്ദ മാഷ് കഴിഞ്ഞാൽ ഇതൊരു മെസ്സേജ് തന്നെയാണ്. ഇപ്പോൾ നാളെ EP ജയരാജൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവില്ല എന്നൊന്നും ആരും കരുതണ്ട. ഇത്രയും വലിയ പ്രശ്നങ്ങൾ EP ജയരാജൻ ഉണ്ടായിട്ടും എത്ര നന്നായി പുറത്തു കൊടുത്തു പാർട്ടി. അത് വേറൊരാളാണെങ്കിൽ ഇപ്പോൾ പത്മകുമാറിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ, അതേപോലെ ഒരു നടപടിയിലേക്ക് EP ജയരാജൻ്റെ കാര്യത്തിൽ പോവില്ല. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ പരാതി P ജയരാജൻ പോലും ഉന്നയിച്ചു. P ജയരാജനാണ് ഇവിടെ നിൽക്കുന്നത്. EP ജയരാജൻ മിക്കവാറും അടുത്ത പാർട്ടി PBയിലേക്ക് എത്തും. ചിലപ്പോൾ KK ശൈലജ എത്തി വരും. ശൈലജ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരും അടുത്ത ഇതിൽ. അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടാക്കും വിധമാണ് വാസ്തവത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ ലിസ്റ്റ് പുറത്തു വരുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാ കാലത്തും ഞാനങ്ങനെ പിണറായി വിജയൻ ഇതിൻ്റെ ആധിപത്യം വഹിച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇത് കുറേ കാലം അങ്ങ് പോവും എന്നൊന്നും കരുതുന്നില്ല. പിണറായി വിജയനും സത്യത്തിൽ ചെയ്യേണ്ടത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് 75 വയസ്സിൽ കഴിഞ്ഞവർ വിട്ടുനിൽക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ടൈം അദ്ദേഹത്തിന് അളവ് കൊടുത്തു, അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്. അത് കഴിഞ്ഞാൽ മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പരിശീലിപ്പിച്ചും പരിചയപ്പെടുത്തിയും അദ്ദേഹത്തിന് പുറത്തുനിന്ന് ചെയ്യാമല്ലോ. അത് പാർട്ടി PBയിൽ നിന്ന് ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ഇളവുണ്ട്, അദ്ദേഹത്തിന് 80 വയസ്സുണ്ട്. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ് ഇനിയും ഇളവ് നൽകണോ എന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് ആ ഇളവ് തുടരുമായിരിക്കും. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുകയും, അദ്ദേഹത്തിന് 2 ടൈം കഴിഞ്ഞു കേട്ടോ, പിണറായി വിജയൻ മത്സരിക്കുകയും അദ്ദേഹം തന്നെ നയിക്കുകയും ചെയ്യുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ. KK ശൈലജയെ സംബന്ധിച്ച് ഏറെക്കുറെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു പുതിയ ഒരു പരിവേഷം കൂടി നമ്മൾ കാണുമ്പോൾ പാർട്ടി ഒരുപക്ഷെ അതിലെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഞാനത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പാർട്ടി PBയിൽ പിണറായി ഈ 2ാം വട്ടവും ഇളവ് കൊടുക്കും എന്ന് കരുതേണ്ട, ഇളവ് കൊടുക്കാനാണ് സാധ്യത. കാരണം പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലീഡമിനെ അതിൻ്റെ ഏകമായ ഒരു പ്രത്യേകമായ രീതിയിൽ പാറ്റേൺ ചെയ്ത് രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വിജയിച്ചൊരു നേതാവാണ് അദ്ദേഹം. അത് ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഓറയ്ക്ക് അകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിനകത്ത് ആർക്കും കഴിയില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. അതുകൊണ്ട് P ജയരാജൻ്റെ അമർഷമോ പത്മകുമാറിൻ്റെ അമർഷമോ ഒന്നും പാർട്ടിയിലെ വലിയ വിഷയമായിട്ട് ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ വരാൻ പോകുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് എവിടെയാണ് ഇതിനെ കൊണ്ടുപോയി വെച്ചത്? ഇതാണ് ഇതിൽ പരിശോധിക്കേണ്ട വിഷയമല്ലേ. അദ്ദേഹത്തിൻ്റെ വികസന സങ്കല്പം, നവകേരള വികസന സങ്കല്പമാണെങ്കിലും അത് മൂലധന നിക്ഷേപവുമായും വായ്പാ സമ്പദ്ഘടനയുമായും കണ്ണി ചേർത്തുകൊണ്ടല്ലാതെ ഈ വികസനത്തെ പറ്റി നമ്മൾ പറയാൻ കഴിയില്ല.
ഇത്തരമൊരു വികസന സങ്കല്പം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് ജനങ്ങൾ, അതിന് തൊഴിലാളി വർഗം, ഇവരൊക്കെ ഏത് നിലയ്ക്കാണ് പരിഗണിക്കുന്നത്, അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പരിശോധിക്കണമെന്ന് എല്ലാ കാലത്തും പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ തരത്തിലുള്ള ഒരു ചർച്ച നമ്മുടെ മാധ്യമങ്ങളോ നടത്തുന്നില്ല. ഒരുപക്ഷെ പൊതുസമൂഹത്തിനകത്ത് അതല്ലല്ലോ വളർന്നു വരുന്നത്. ഇപ്പോഴും വ്യക്തിനിഷ്ഠമായ പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഓറയുടെ അകത്തും ചുറ്റും നിന്നിട്ടാണ് മാധ്യമങ്ങളും പാർട്ടിയും പാർട്ടിയുടെ ഭക്തരും പാർട്ടിക്ക് ഒപ്പം കൂടിയിട്ടുള്ള ഈ പിണറായി ഓറ കണ്ട് വന്നുകൂടിയിട്ടുള്ള പലവിധ കടന്നലുകളും ഒക്കെ ഇതാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ സത്തയിലേക്ക് കടക്കാൻ വേണ്ട ആരോഗ്യം അവർക്കിൽ. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എന്താണ് അതിൻ്റെ ലോകത്തെമ്പാടുമുള്ള? അപ്പോൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമ്പോൾ ചൈനയിലിരിക്കുന്ന പോലെയല്ല. ഈ പുതിയ അജണ്ട, ഇവർ പറയുന്ന പോലെ പുതിയ സാമ്പത്തിക അജണ്ടയും ഒക്കെ പരീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴും അടിത്തട്ട് സമൂഹത്തിൻ്റെ ധാരണയിൽ ഊന്നിക്കൊണ്ടാണ് ലാറ്റിൻ അമേരിക്കയിൽ വരുന്നത്. അത് വെനിസുലയിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുകയാണ്. അതൊന്ന് പഠിക്കേണ്ട വിഷയമാണത്. ഹോണേക്കർ അതിൻ്റെ ഒരു ചരിത്രം എഴുതുന്നുണ്ട്. ഇതെങ്ങനെയാണ് അവിടെ ഈ രാഷ്ട്രീയം എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. ശരി, ഓക്കെ. അവിടെ ഡോക്ടർ പ്രേംകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അവിടെ ഡോക്ടർ പ്രേംകുമാർ, ഇവിടെ ഇപ്പോൾ പാർട്ടിയുടെ ഘടനയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും ഒരു ബാലൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് പല ആളുകളും പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ AK ബാലൻ പാലക്കാട് നിന്ന് മാറുമ്പോൾ അവിടെ MP രാജേഷ് വരും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള PK ബിജുവും M സ്വരാജും മുഹമ്മദ് റിയാസും ഒക്കെ സെക്രട്ടേറിയറ്റിലുണ്ട്. സ്വാഭാവികമായ ഒരു സ്വാഭാവിക ചോയ്സ് എന്നുള്ളതിൽ MP രാജേഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് എല്ലാവരും വിചാരിച്ചു. അത് ഉണ്ടായില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആനാവൂർ നാഗപ്പൻ മാറുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു അംഗം സെക്രട്ടേറിയറ്റിലേക്ക് വരും എന്ന് എല്ലാവരും വിചാരിച്ചു. അതുണ്ടായില്ല. അതേസമയം കണ്ണൂരിനെ സംബന്ധിച്ച് 5 അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലുണ്ടെന്ന് മാത്രമല്ല EP ജയരാജന് 75 വയസ്സ് തികയാനിരിക്കുകയാണ് വരുന്ന മെയ് മാസത്തിൽ. എന്ന് പറഞ്ഞാൽ 2 മാസമാണ് അദ്ദേഹത്തിന് 75 തികയാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം 75 പ്രായപരിധിയിൽ തട്ടി ഒഴിവായില്ല. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ തുടരുന്നു. അപ്പോൾ ഈ അധികാരത്തിന്റെ ബാലൻസ് എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ. അത് ഇല്ലാതാവുന്നുണ്ടോ പാർട്ടിയിൽ? അഭിലാഷേ, നിങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെ. MP രാജേഷ് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചു. നിങ്ങളെപ്പോലുള്ള നാട്ടുകാർക്ക് പ്രതീക്ഷിക്കാലോ. 5 ലക്ഷം ആളുകൾ മാത്രമാണോ CPM? എല്ലാവരും പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് പെശക ഞാൻ പറയുന്നത്. ആദ്യകാലത്തൊക്കെയുള്ള റിപ്പോർട്ടേഴ്സിന്, സീനിയർ റിപ്പോർട്ടേഴ്സിന് പാർട്ടിയിലെ ടോപ്പിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും അവർ നടക്കുന്ന ചർച്ചകളൊക്കെ ഒരു പരിധിവരെ ഗസ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഇതല്ലല്ലോ, ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഓരോ അവതാരകർക്കും ഓരോ ആങ്കേഴ്സിന് തോന്നുന്നത് ഇങ്ങനെ വിളിച്ചു പറയാണ്. വീണ ജോർജിനെ കഴിഞ്ഞ തവണ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒഴിവാക്കി എന്ന് പറയുന്നു. അടുത്ത നിമിഷം ഒഴിവാക്കിയിട്ടില്ലെന്ന് പറയുന്നു. MP രാജേഷ് അവിടെ ഇല്ലെന്ന് പറയുന്നു, ഉടനെ ഉണ്ടെന്ന് പറയുന്നു. അത്തരത്തിൽ, അതായത് കൂടുതൽ ടൈംസ്, അതായത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ CPM-നുള്ളിൽ എന്താണ് നടക്കുന്നത്, അവരെന്താണ് ആലോചിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത ആളുകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ പറയുന്നത്. ഇനി ബാലൻസിങ് ഉണ്ടാവുന്നു എന്നല്ലേ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകളുണ്ട്, സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, പുതിയ ആളുകളുണ്ട്. ബാലൻസ് ഉണ്ടാവുകയല്ലേ വേണ്ടത്? ബാലൻസ് ഉണ്ടാവട്ടെ. ഇനി അഥവാ ബാലൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ ആ പാർട്ടി അനുഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി അതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 1-2 കാര്യങ്ങളെ പറ്റിയിട്ടേ NM പറയുന്നത് എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല, എന്നെ പാർട്ടി പുറത്താക്കിയതാണ്. എന്നാൽ പുറത്താക്കുന്നവരെ നിങ്ങൾ ആ പാർട്ടി നല്ലതാണെന്ന് വിചാരിച്ചിരുന്നു. പുറത്തായതിനു ശേഷം നിങ്ങൾ പറയുകയാണ് ആ പാർട്ടി മോശമായതുകൊണ്ട് എനിക്ക് സങ്കടമില്ല എന്ന്. ആ പാർട്ടി മോശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് പുറത്തു പോവുകയല്ലേ വേണ്ടത്? നിങ്ങളെ പുറത്താക്കിയതാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. പിന്നെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇനിയിപ്പം എൻ്റെ അപ്പൂപ്പൻ ആനപ്പുറത്ത് കയറിയ താഴമ്പൊന്നും കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയൂ, അവാസ്തവമാണെങ്കിൽ ചോദ്യം ചെയ്യൂ. അല്ലാതെ എനിക്ക് വലിയ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം CPM-ന് കൂടേണ്ട ആളായിരുന്നു, പിന്നെ CPM-ന് പുറത്തു പോവേണ്ടതിൻ്റെ, പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയ വോട്ട് എന്ന് പരാമർശിക്കുന്നത് ശരിയല്ല. ഇപ്പം അദ്ദേഹം പറയുന്നു നാളെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ ഒരു പക്ഷേ CPM-ന് കൂടെ നിൽക്കും. പക്ഷേ മാഷെ, എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആർക്കാണ് ഉപകാരമാവുന്നത്, ആരാണ് നിങ്ങൾ എൻഡോസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒറ്റ കാര്യം എടുത്ത് നോക്കിയാൽ മതി. കേരളത്തിൽ, ഇന്ത്യയിൽ നടക്കുന്ന ഈ സമരത്തിൽ ഒരു ഭാഗത്ത് ഇടതുപക്ഷവും എല്ലാവിധ പരാധീനതകളോടും പരിമിതികളോടും കൂടി ഇടതുപക്ഷവും, ഇപ്പുറത്ത് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള വലിയ വലതുപക്ഷവും നിൽക്കുമ്പോൾ നിങ്ങളുടെ വർത്തമാനങ്ങൾ എൻഡോസ് ചെയ്യുന്നത്, അത് ആഘോഷിക്കുന്നത് സംഘപരിവാരത്തിന്റെ ഗ്യാങ് ആവുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്ത് ആത്മാർത്ഥത കൊണ്ടാണെന്ന് പറഞ്ഞാലും അത് തിരിച്ചറിയാതെ നിങ്ങൾ എത്ര തിയറി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങളോടും പറയട്ടെ. പിന്നെ എനിക്ക് ആശയുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഭീതിതമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെങ്കിലും ഒരു ഇടതുപക്ഷ ബദലുണ്ടാവണമെന്നും ലോകം മൊത്തം വികസിക്കുന്ന സമയത്ത് ആ വേഗതയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് കേരളം മാറണമെന്നുമുള്ള ആശ എനിക്കുണ്ട്.
ആ ആശ നിറവേറ്റാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേസമയം അതിലുണ്ടാവുന്ന പിഴകളും പ്രശ്നങ്ങൾക്കും എനിക്കുള്ള വിയോജിപ്പുകളും ഞാൻ പറയുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എനിക്ക് ഈ ആശയുണ്ട്. ഞാൻ ജീവിക്കുന്ന നാട് എനിക്ക് പറ്റുന്ന രീതിയിൽ നന്നാവണം എന്നുള്ള ആശ എനിക്കുണ്ട്. അല്ലാതെ ഞാൻ പുറത്തായി പോയതുകൊണ്ട്, എന്നെ പുറത്താക്കിയതുകൊണ്ട് അപ്പുറത്തുള്ള പാർട്ടി ചെയ്യുന്ന ഒന്നുമേ നടക്കാൻ പാടില്ല. പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും CPM പറയുന്നത് ഒന്നും നടക്കരുത് എന്ന് പറഞ്ഞിട്ട് സിൽവർ ലൈനും ഹൈവേയും സകലം തടയാൻ ഞാൻ പോവാറില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് നിർത്തുന്നു. ശരി, NM പിയേഴ്സൺ, ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്, അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു വികസന നയരേഖ അവതരിപ്പിക്കുകയും അത് കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ റോഡ് മാപ്പാണെന്ന് പറയുകയൊക്കെ ചെയ്തത്. ഒരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ CPM-നെ സംബന്ധിച്ച് ഇനിയും ഭരിക്കും എന്ന് ഉറപ്പുണ്ട് എന്നാണോ, അതോ ഈ രേഖ മുന്നിൽ വെച്ച് ജനങ്ങളുടെ മാൻഡേറ്റ് വാങ്ങുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വീണ്ടും ഭരണത്തിൽ വരിക എന്നുള്ളതാണ്. രണ്ടാം ഊഴം പൂർത്തിയാക്കുന്ന സമയത്ത് ആ പാർട്ടി കരുതുന്നത് മൂന്നാം ഊഴത്തിലെത്തുക എന്നുള്ളതാണ്. അതിന് എന്ത് സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെക്കേണ്ടത്? അത് ആ പാർട്ടിക്കകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു നയം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ആ നയം ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച ചെയ്യാനായിട്ട് പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് നമ്മളതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കാണുകയും നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്കങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാറി നിന്നതിനെ ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനകത്ത് നിൽക്കുന്ന സമയത്തും പുറത്ത് നിൽക്കുന്ന സമയത്തും വ്യത്യസ്തമാകുന്നില്ല. നമുക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടി ഭരിക്കേണ്ടത്, പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്ന വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മുടെ സമൂഹത്തിനകത്ത് വികസനം വേണ്ട എന്ന കാഴ്ചപ്പാടല്ല. ഞാൻ സിൽവർ ലൈന് എതിരായിട്ട് സംസാരിക്കുന്നത് സിൽവർ ലൈൻ വേണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. സിൽവർ ലൈൻ കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം എത്രമാത്രം വലിയ സാമ്പത്തിക ബാധ്യതക്കകത്ത് അകപ്പെട്ടു പോവുകയും ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം നിരന്തരമായിട്ട് ദുസ്സഹമാക്കപ്പെടുകയും ചെയ്യും എന്ന ആലോചനക്കകത്ത് നിന്നിട്ടാണ് നിരന്തരം സെസ് കൊണ്ടുവരുന്നു. പുതിയ നയം കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്, വലിയ തരത്തിലുള്ള ടാക്സേഷൻസ് സമൂഹത്തിൻ്റെ മേലാണ് അടിച്ചേൽപ്പിക്കുന്നത്, ജനങ്ങളുടെ മേലാണ് അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ നിരന്തരമായിട്ട് ടാക്സ് അടിച്ചേൽപ്പിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെ വളരെ ക്ലേശകരമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പാർട്ടിയെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയില്ല. അത് പ്രേംകുമാറിന് അറിയില്ലെങ്കിൽ അയാൾ പോയി പഠിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് ജീവിക്കുകയാണ് ഈ പാർട്ടിക്കകത്തും ഈ പാർട്ടിയുടെ ആശയങ്ങൾക്കകത്തും. പ്രേംകുമാർ അങ്ങനെയല്ല ചെയ്യുന്നത് എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. പ്രേംകുമാർ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ സംസാരിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. 25 വർഷമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയുമായി പിണങ്ങി പുറത്ത് നിൽക്കുന്നത്. എൻ്റെ വീടിൻ്റെ പടിക്കൽ ഒരു BJP-കാരനും എന്നെ BJP-യിൽ ചേർക്കാൻ വന്നിട്ടില്ല, കോൺഗ്രസ്സുകാരൻ വന്നിട്ടില്ല, ഒരുത്തരും വരില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം എന്നുള്ളതാണ്. അതറിയാൻ പാടില്ലാത്ത ഒരാളാണ് പ്രേംകുമാർ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്, നിങ്ങൾ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ നിരാശവാദത്തെക്കുറിച്ച് സംസാരിച്ച് അതിൻ്റെ കാര്യം. നിങ്ങൾക്ക് ആവശ്യമുള്ള അഭിപ്രായങ്ങൾ പറയുക, എനിക്ക് ആവശ്യമുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു, എൻ്റെ നിരീക്ഷണങ്ങൾ ഞാൻ നിരത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിരാശയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. പാർട്ടിക്ക് പുറത്തു പോയതിന് ശേഷം പാർട്ടി മുഴുവൻ ചീത്തയാണ് എന്ന് പറയലല്ല എൻ്റെ ജോലി. ഈ പാർട്ടിയെ നിരന്തരമായിട്ട് നിരീക്ഷിക്കുകയും ഈ പാർട്ടിക്കൊപ്പം നിൽക്കുകയും ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ ഒപ്പം ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ പാർട്ടി ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകളൊക്കെ വിളിച്ചു പറയും. അത് വിളിച്ചു പറയുന്നത് വിമർശനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സ്വയം വിമർശനവുമുണ്ട്. ഞങ്ങളുടെ വിമർശനമാണ് എന്ന് കരുതിയാൽ മതി. അകത്തിരിക്കുന്നവർ സ്വയം വിമർശിക്കട്ടെ, പുറത്തിരിക്കുന്നവർ പുറത്തു നിന്ന് വിമർശിക്കട്ടെ. അങ്ങനെ വിമർശനവും സ്വയം വിമർശനവും യഥാർത്ഥത്തിൽ കാണട്ടെ. മൂന്നാം ഭരണകൂടത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാം ഭരണത്തിലേക്ക് വരാൻ പാർട്ടി ആഗ്രഹിക്കുന്ന സമയത്ത് പാർട്ടിക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ വർഗബോധം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഗോവിന്ദ മാസ്റ്റർ അവതരിപ്പിച്ചു. ഇത് മധ്യവർഗ സമൂഹം. ഈ മധ്യവർഗ സമൂഹത്തിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. എന്ന് വെച്ചാൽ തൊഴിലാളി വർഗ താല്പര്യങ്ങളെക്കാൾ പ്രകടമായിട്ട് പെറ്റി ബൂർഷ താല്പര്യങ്ങൾ വളർത്താനും അതിനെ സഹായിക്കാനും പറ്റുന്ന തരത്തിലുള്ള നയങ്ങൾ ഈ പാർട്ടി കൊണ്ടുവരും എന്നാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. അങ്ങനെ പെറ്റി ബൂർഷ താല്പര്യങ്ങൾ, പെറ്റി ബൂർഷ വർഗ താല്പര്യങ്ങൾ വരുന്ന സമയത്ത് തൊഴിലാളി വർഗ താല്പര്യങ്ങൾ നഷ്ടപ്പെട്ടു
നേരത്തെ അസാദ് പറഞ്ഞ പ്രശ്നം അത് വർഗീയ ഫാസിസത്തിന്റെ വിഷയമാണ്. അങ്ങനെ അതിശക്തമായിട്ട് വരുന്ന സമയത്ത് അതിനെതിരെ നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേരും. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദിമിത്രോ പറഞ്ഞല്ലോ ഫാസിസത്തിനെതിരെ ഐക്യമുന്നണി എന്ന് പറയുന്നത്. അവിടെ എല്ലാ മനുഷ്യർക്കും നിന്നേ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഓരോരുത്തരെയും തോണ്ടി അത് കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും അവിടെ ഒരുമിച്ച് നിൽക്കുന്നത്. അത് അടിയന്തരാവസ്ഥ വന്ന സമയത്തും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. എപ്പോൾ ഫാസിസം ഉണ്ടായാലും ഫാസിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, സംസാരിക്കുന്ന ആളുകൾ, വിമർശിക്കുന്ന ആളുകൾ അവർക്ക് ഒരുമിച്ച് നിന്നേ പറ്റൂ. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് ഇത് എന്ന് പറഞ്ഞ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഈ CPM-ഉം അതേപോലെ കോൺഗ്രസും BJP-യും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള നൈരൂപീകരണത്തിൽ എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത്? ഒരു വ്യത്യാസമില്ലാത്ത സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ അതിൻ്റെ അല്പം വെൽഫെയറിസം അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. എന്നതിനപ്പുറമായിട്ട് സാമ്പത്തിക ഇടപാടുകളിലും സാമ്പത്തിക കാഴ്ചപ്പാടുകളിലും ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ ചോർന്നു പോകുന്നു എന്നുള്ളതാണ് വിമർശനം. അതാണ് പരിശോധിക്കുന്നത്. ഓക്കെ, അവിടെ ഡോക്ടർ ആസാദ്, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ്, ഒരു ഫെഡറൽ സംവിധാനത്തിലൊരു സംസ്ഥാനം മാത്രമാണ് കേരളം. ഇവിടെ മാത്രമായിട്ട് കമ്മ്യൂണിസം നടപ്പാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുകയുമില്ല. ഞങ്ങൾ കമ്മ്യൂണിസം നടപ്പാക്കുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവകാശവാദം ഇല്ലതാനും. ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ലൈനിൽ പോവുകയാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന സൊസൈറ്റി ഒരു വലിയ മധ്യവർഗ സൊസൈറ്റിയായി പരിണമിച്ചിട്ടുണ്ട്. അപ്പോഴും അവിടെ സാധാരണക്കാരോ അല്ലെങ്കിൽ പാവങ്ങളോ ആയ മനുഷ്യരുണ്ട്. അപ്പോൾ ആ വലിയ മധ്യവർഗത്തെ അഡ്രസ്സ് ചെയ്യുകയും അവരുടെ ആസ്പിറേഷൻസ് പരിഗണിക്കുകയും അതേസമയം തന്നെ ഏറ്റവും നീഡി ആയിട്ടുള്ള ആളുകൾക്ക് സോഷ്യൽ വെൽഫെയർ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ള നിലയിലേക്ക് ഒരു നയപരിവർത്തനമുണ്ട്. പക്ഷെ അത് കാലാന്തരത്തിൽ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയല്ലേ? പിന്നെ ഫെഡറൽ സംസ്ഥാനമായിട്ട് ഇന്ത്യൻ യൂണിയനിലൊരു ഫെഡറൽ സ്റ്റേറ്റായിട്ട് കേരളം മാറിയത് 2016-ലല്ല, 1956-ൽ കേരളം രൂപപ്പെടുന്ന പിറവിയെടുക്കുന്ന സമയത്ത് അങ്ങനെയാണ്. അങ്ങനെ ആയിട്ടും EMS ഗവൺമെൻറ്റിന് പരിമിതമായാണെങ്കിലും കാർഷിക പരിഷ്കരണത്തിൻ്റെ ബില്ല് കൊണ്ടുവരാൻ പറ്റി, വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ബില്ല് കൊണ്ടുവരാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇതിനകത്ത് എന്തുകൊണ്ടാണത്? അത് വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതിൽ ഒരുപാട് ചതിക്കുടികൾ വരെയുണ്ട്. എങ്കിലും പരിമിതമായാണെങ്കിലും അടിത്തട്ട് സമൂഹത്തെ മുന്നിൽ കണ്ടിരുന്നു. ഇപ്പോഴും ഭൂരഹിതരായ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നമ്മുടെ കാർഷിക പരിഷ്കരണത്തിലെ 15 ഏക്കർ ഒരാൾക്ക് പരമാവധി കൈവശം വെക്കാം എന്ന സംഗതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ 15 ഏക്കർ പരമാവധി കൈവശം വെക്കാം എന്നുള്ളത് പലരും പലയിടങ്ങളിൽ ഭൂമി വാരിക്കൂട്ടിയത് കണ്ടില്ല എന്ന് നടിക്കുന്നു സർക്കാർ. കൃത്യമായി ഇന്ന ആളുടെ കയ്യിൽ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് പോലും ആ ഭൂമി ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കാത്ത കാർഷിക പരിഷ്കരണം നടപ്പാക്കിയ ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പം ഫെഡറൽ സ്റ്റേറ്റായിട്ട് നേരത്തെ ഉണ്ട്, അപ്പോഴും ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ ഊന്നൽ നേരത്തെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ അത് മധ്യവർഗത്തിൻ്റെ പാർട്ടിയായിട്ട് മാറുന്നു. അടിസ്ഥാന സമൂഹത്തിൽ എന്തായി? തൊഴിലാളികൾ പഴയ പോലെ തൊഴിൽ സുരക്ഷയുടെ പ്രശ്നമുണ്ടോ? തൊഴിലാളി നിയമം, എത്ര നിയമങ്ങൾ, ചുമട്ടുതൊഴിലാളി നിയമം ഉൾപ്പെടെ എത്ര നിയമങ്ങൾ മാറി? എല്ലാം കേഷ്യൽ ലേബേഴ്സായില്ലേ? താൽക്കാലിക ജീവനക്കാരായില്ലേ? സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന രീതിയുണ്ടോ? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏറെക്കുറെ ആ അർത്ഥത്തിൽ നോക്കുകുത്തിയായില്ലേ? പലതരത്തിലുള്ള അടിത്തട്ട് തൊഴിൽ മേഖല ശിഥിലീകരിക്കപ്പെട്ടു. അസംഘടിതരായി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആ ഭാഗത്ത് എത്താതെയായി. ആശാസമരം 1 മാസം ആവുകയാണ് ഇവിടെ. അപ്പോൾ ഇത്തരത്തിൽ അടിത്തട്ടൊക്കെ വായി മാറാനുള്ള കാരണം അവരുടെ സംഘടിത സമരശക്തിയായിട്ട് ഈ പാർട്ടി നിലനിൽക്കുന്നില്ല. പകരം എന്തു പറ്റി? ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഭരണ സർക്കാർ, മോഡി സർക്കാർ എന്ന് പറയുന്നത് എന്താ പ്രശ്നം? ലോകത്തിലെ അതിതീവ്ര വികസനത്തിൻ്റെ കോർപ്പറേറ്റ് മുതലാളിത്തം ഹിന്ദുത്വയുമായി ഒത്തുചേർന്നുകൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ട അദാനിമാരെയും അംബാനിമാരെയും ഒക്കെ കേരളത്തിൽ ഇന്ത്യയിലും വിന്യസിച്ചുകൊണ്ട് ലോക കോർപ്പറേറ്റ് മുതലാളിത്തം ഹിന്ദുത്വയെ മാരകമായ രീതിയിൽ ആശ്ലേഷിച്ചുകൊണ്ട് ഈ പണി ചെയ്യുന്നു. കേരളത്തിലോ അതേ തീവ്ര വികസനത്തിൻ്റെ പാതയിലാണ്. പക്ഷെ ഇവിടെ ഹിന്ദുത്വ, പ്രത്യക്ഷ ഹിന്ദുത്വമല്ല, മൃദു ഹിന്ദുത്വത്തെയാണ് പുലരുന്നത്. ഇവിടെ CPM ഉണ്ടാക്കിയ ഒരു സംഘടിത ശേഷിയെ, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഉപയോഗപ്പെടുത്തുന്നത് ഈ പുതിയ കോർപ്പറേറ്റ് മുതലാളിത്തമാണ്. അതിൻ്റെ വികസന പദ്ധതിയാണ് നടപ്പാക്കുന്നത്. അതിൻ്റെ വികസന പദ്ധതി നടപ്പാക്കുമ്പോൾ അടിത്തട്ടിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയില്ല, അവർക്ക് മിനിമം വേതനം കിട്ടുന്നില്ല. അവർ എപ്പോഴെങ്കിലും കൊടുക്കുന്ന ക്ഷേമനിധി കൊണ്ടോ എപ്പോഴെങ്കിലും കൊടുക്കുന്ന ചില സൗജന്യങ്ങൾ കൊണ്ട് ജീവിക്കണം എന്ന് കരുതുന്ന എല്ലാ ജനാധിപത്യ വലതുപക്ഷ ഗവൺമെൻറ്റുകളെയും പോലെ ഒരു ഗവൺമെൻറ്റായി മാറുന്നു കേരളത്തിലെ CPM ഗവൺമെൻറ്. ഇത് പഴയ രീതിയാണോ? ഇതെല്ലാ കാലത്തും ഫെഡറലാണെങ്കിൽ പൊരുതി നിൽക്കാൻ കഴിയണം. നായനാർ പൊരുതി നിന്നുണ്ടല്ലോ. ഇന്ത്യക്കൊട്ടാകെ വലിയ ദേശീയപാതകൾ വികസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കേരളം അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സുവർണ ചതുഷ്കോണം പദ്ധതി അന്ന് അദ്ദേഹം ഡൽഹി പോയിട്ട് തുടർച്ചയായി 2-3 വട്ടം സമരം ചെയ്തു. അതിൻ്റെ ഭാഗമായി കേരളത്തിന് അനുവദിച്ച് കിട്ടി. ഇത്തരത്തിലുള്ള വലിയ പോരാട്ടങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പോരാട്ടമൊക്കെ പറയലും ചട്ടപ്പടി ചില സമയത്ത് ചില സമരമാതൃക കാണിക്കലും മാത്രമേ ഉള്ളൂ. ബാക്കി എന്താ? ഇപ്പം ഇദ്ദേഹം പ്രേംകുമാർ തന്നെ പറഞ്ഞു, ദേശീയപാത സമരം വികസനത്തിന്, എവിടെ വികസനത്തിനെതിരെ ആരാ സമരം ചെയ്തത്?
ഭൂമി പോകുന്ന മനുഷ്യന് മതിയായ ഇത് കിട്ടണം. അതെപ്പോഴാണ് 2013 ഈ നിയമം നോയിഡയിലെ വെടിവെപ്പിന് ശേഷം 5 പേർ മരിച്ചതിന് ശേഷം അവിടെ പോയ യെച്ചൂരിയും അവിടെ പോയ രാഹുൽ ഗാന്ധിയും അവിടെ പോയ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളും ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2013 മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ നിയമം കൊണ്ടുവരുന്നത്. ആ നിയമമാണ് മതിയായ ഇത് കൊടുക്കാൻ, നഷ്ടപരിഹാരം കൊടുക്കുക. എന്നിട്ടും ആ നഷ്ടപരിഹാരം മുഴുവൻ കൊടുത്തില്ല. അത് കിട്ടാൻ വേണ്ടി ദീർഘകാലം സമരം ചെയ്യേണ്ടി വന്നു. അത് കിട്ടിയിട്ടാണ് ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അപ്പോഴും സമരത്തിലെ ചില മുദ്രാവാക്യങ്ങളുണ്ട്. ചുങ്കപ്പാത പറ്റില്ല, സൗജന്യമായ യാത്രയ്ക്ക് കഴിയുന്നതായിരിക്കണം. അതൊക്കെ ഇപ്പോഴും പുറത്താണ്. എന്ന് മാത്രമല്ല, ഇത്ര ഉയരത്തിൽ മതിൽ കെട്ടി തിരിച്ച പാതയാവരുത്. അത് വഴിയോര കച്ചവടത്തെ, ചെറുകിട വ്യാപാരത്തെ ബാധിക്കും. ചെറുകിട വ്യാപാരത്തെ ബാധിച്ചാൽ അത് നമ്മുടെ ഗ്രാമീണ സമ്പദ്ഘടനയെ ബാധിക്കും. ഗ്രാമീണ സമ്പദ്ഘടന തകരും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. ഗ്രാമീണ സമ്പദ്ഘടന തകർന്നു, കൊച്ചു കൊച്ചു നഗരങ്ങൾ ഇല്ലാതായി. ഇതൊക്കെ ദേശീയപാത, ഇത് വികസനത്തിന്റെ, ഈ ഏറ്റവും മോശമായ വികസനത്തിന്റെ മാതൃക തന്നെയാണ് ദേശീയപാത വികസനത്തിലുണ്ടായി. അത് ഇപ്പോഴും അവിടെ സമരങ്ങൾ, പഴയ സമരങ്ങളല്ല, പുതിയ സമരങ്ങൾ. നമുക്ക് എല്ലാം വിശാലാർത്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ള സമയത്തിന്റെ ചുരുക്കമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വീണ്ടും. ഇവിടെ ഡോക്ടർ പ്രേംകുമാർ, ആരാണ് കേരളത്തിലെ ഇടതുപക്ഷം? ഇവിടെ ആ ചോദ്യമാണ് ഉയർന്നത്. വലതുപക്ഷ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു സർക്കാരാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ പ്രസംഗിച്ചത്, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, കേരളത്തിലെ സർക്കാർ ഒരു തീവ്ര വലതുപക്ഷ സർക്കാരാണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഭരിക്കും 3-ാം തവണയോ 4-ാം തവണയോ എന്നുള്ളതൊക്കെ പറയാം. ഏത് പക്ഷം? അതായത് നമ്മളൊരു സോഷ്യലിസ്റ്റ് സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയിലല്ല ജീവിക്കുന്നത്. ഒരു സോഷ്യലിസ്റ്റ് ആഗോള ക്രമത്തിലുമല്ല. ഒരു ബൈപോളാർ വേൾഡ് പോലും അല്ല. ഒരു ഭാഗത്ത് USSRും മറ്റു ഭാഗത്ത് USA ഉള്ളൊരു ആ ഒരു സാധനമല്ല. ഒരു ഗ്ലോബലൈസ്ഡ് ഹൈലി ക്യാപിറ്റലിസ്റ്റ് സ്വഭാവമുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത്. USSRനും ചൈനയ്ക്കും പോലും ഈ പറയുന്ന 100% സോഷ്യലിസം സാധനത്തിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. ക്യാപിറ്റലിസ്റ്റിന്റെ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തേക്ക് ഇൻഫിൽട്രേഷൻ നടന്നിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള മോദി ഗവൺമെന്റ് ഭരിക്കുന്ന ഇതുപോലുള്ളൊരു സ്ഥലത്ത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ന്യായമായ വിഹിതം പോലും കൊടുക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ എന്നുള്ള ഒരാൾ നയിക്കുന്ന LDFന് മാത്രം, കേരളത്തിൽ മാത്രം കമ്മ്യൂണിസം നടപ്പിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ വിഡ്ഢികൾക്ക് കൂപ്പുകൈ നമസ്കാരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന ദ്രോഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആസാദ് മാഷ് തന്നെ ഇവിടെ പറഞ്ഞു. അതായത് 2013 LARR എന്നുള്ള ആക്ട് വരുന്നത്. മൻമോഹൻ സിംഗ് ആണ് കൊണ്ടുവരുന്നത്. CPM-ന് ആ ആക്ട് വരുന്നതിൽ വലിയ റോൾ ഉണ്ടായിരുന്നു. CPM ചെയ്തത് ആ മിനിസ്ട്രിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, അങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണ് ചെയ്തത്. ഡോക്ടർ ആസാദിനെ പോലെയുള്ള ആളുകൾ ചെയ്തത് ഹനുമാൻ സേന മുതൽ SDPI വരെയുള്ള ആളുകളെ കൊണ്ടിറക്കിയിട്ട് നാഷണൽ ഹൈവേ വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയായിരുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് പ്രാക്ടിക്കലായുള്ള പൊളിറ്റിക്സ്. പ്രോഗ്രസീവായ പൊളിറ്റിക്സും എന്താ പറയുക, ക്ലാസിക്കൽ റിട്രോഗ്രസീവായുള്ള പൊളിറ്റിക്സും ആവുന്നത്. നോണ പറയരുത്, പറയാനുള്ളത് ശരിക്കും പറയും. ഞാൻ പറഞ്ഞതിൽ ഏതാണ് നുണ? ഏതാണ് നുണ? നാഷണൽ ഹൈവേ ദേശീയപാത വേണ്ടെന്ന് പറഞ്ഞിട്ടല്ല സമരം. ദേശീയപാത വേണ്ടെന്ന് പറഞ്ഞിട്ടല്ല സമരം. ആ സമര സംഘടനയുടെ പേര് തന്നെ ദേശീയപാത സംരക്ഷണ സമിതി എന്നായിരുന്നു. അറിയാത്ത കാര്യം ഒന്നൊക്കെ പറയരുത്, നുണ പറയാൻ പാടില്ല. സ്ഥലം എടുക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ ദേശീയപാത വേണ്ടെന്നല്ലേ? സ്ഥലം എടുക്കാതെ എങ്ങനെയാ ദേശീയപാത ഉണ്ടാക്കുക? ഈ യുക്തി നിങ്ങളുടെ ക്ലാസ് അങ്ങനെയാണോ? സ്ഥലം എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിബന്ധന വെക്കാതെ, നിബന്ധനകൾ വാഗ്ദാനം പറയാതെ പറ്റില്ല എന്നാ. അതായത് പറയേണ്ട കാര്യം പറയണം, വാഗ്ദാനം കേൾക്കണം. റോഡ് വൈഡൻ ചെയ്യുകയും സ്ട്രെയിറ്റൻ ചെയ്യുകയും ചെയ്യാതെ NH-66 റീബിൽഡ് ചെയ്യാൻ പറ്റില്ല, അതിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നിങ്ങൾ അന്ന് പറഞ്ഞത്, എഴുതി വെച്ചത്. അത് അവിടെ ഉണ്ട്, അവിടെ കിടക്കേണ്ടത്. പോട്ടെ. ഇപ്പൊ പറയുന്നത് അവർ ഉറപ്പ് കൊടുക്കാതെ ഭൂമി തരില്ല. ഉറപ്പ് കിട്ടാതെ എത്ര പ്രതിഫലം കിട്ടും, നഷ്ടപരിഹാരം കിട്ടും ഉറപ്പ് തരാതെ ഭൂമിയിൽ കയറാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. LARR അത് കഴിഞ്ഞിട്ട് മതി ഭൂമി അളക്കുക. അതൊന്നുമല്ല മലപ്പുറത്ത് നടന്ന സമരത്തിൽ പറഞ്ഞത്. കൃത്യമായി പറയണം. അളക്കാൻ പോലും ഭൂമിയിലേക്ക് കയറാൻ അനുവദിക്കില്ല വെച്ചിട്ടുള്ളത്. സിൽവർ ലൈനെതിരെ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് തന്നെയാണ്. അതിന് ചെലവ് വരുന്ന പ്രേമ, അത് തന്നെയാണ് പറഞ്ഞത്. കേൾക്കൂ, അത് തന്നെയാണ് പറഞ്ഞത്. ഒരു വികസനം എത്ര നഷ്ടപരിഹാരം തരുന്നു ഉറപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ ഭൂമിയിലേക്ക് കടക്കാവൂ എന്നാണ് പറഞ്ഞത്. അല്ല നിങ്ങൾ എഴുതി വെച്ചത് അങ്ങനെയല്ല. ഭൂമി അളക്കാൻ പോലും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നാണ്. ഇത് കാഴ്ചക്കാരൻ കഥ പറയണ്ട, കാഴ്ചക്കാരാ കഥ പറയണ്ട. രേഖകളുണ്ട്.
ഈ കാഴ്ചക്കാരൻ കഥയൊന്നും പറയണ്ട കേട്ടോ. ഇങ്ങനെയൊന്നും അതിനൊക്കെ ചില രേഖകളുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊന്നും എന്താണ് ബേജാറാവല്ല. പറഞ്ഞത്? നിങ്ങൾ ചെയ്തു പോയ പറഞ്ഞു പോയ അബദ്ധങ്ങൾ expose ചെയ്യപ്പെടുന്ന സമയത്ത് നോണ പറയല് ഇവിടെ വേണ്ട. ഒരു നുണയും പറഞ്ഞിട്ടില്ല. പറയരുത്. ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് അത് പറഞ്ഞിട്ട് നുണയാണ് പ്രേമ. 15 വർഷക്കാലം നഷ്ടപരിഹാരം പറയാതെ ഉറപ്പ് തരാതെ ഭൂമിയിൽ കയറരുത്. നഷ്ടപരിഹാരം എത്രയാണെന്ന് തീരുമാനിക്കുക ഭൂമി അളന്നതിന് ശേഷമാണ്. പക്ഷേ ഭൂമി അളക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞത്. മൊത്തം എത്ര ഏക്കർ ഭൂമി ഭൂമി അളക്കല്ല, അത് സർവേ ആദ്യം കഴിഞ്ഞിട്ടുണ്ട്. അത് സർവേ കഴിഞ്ഞിട്ട് അതിൽ കുറ്റിയടിക്കണ്ട സാർ. ഇത് കേരളത്തിലെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. തിരുനാവായയിൽ താമരയും പിടിച്ച് സമരം ചെയ്തത് BJP-കാരെയും കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ പറയുന്നത് ചെലവ് വരുമെന്നാണ്. ഗെയിൽ പൈപ്പ് ലൈനെതിരെയും ഇനിയിപ്പോ വയനാട് തുരങ്കപാതക്കെതിരെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പോവായിരിക്കും. വിഴിഞ്ഞത്തിന് പാരിസ്ഥിതിക അത് തടയാൻ പോവുമായിരിക്കും ചെയ്യുക. ഇത് കുറെ കാലമായി ചെയ്യുന്നു. പക്ഷെ കേരള ജനം ഇതിനെ പുച്ഛിച്ച് തള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ ഫലങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാര്യം. EMS അല്ലേ ഗോളിയോ റയോൺസ് കൊണ്ടുവന്നത്? ആ ഗോളിയോ റയോൺസ് അല്ലേ ചാലിയാർ മലിനപ്പെടുത്തിയത് എന്നുള്ളതുകൊണ്ട് EMS ആണോ കുറ്റക്കാരൻ? നിങ്ങൾ മഹാനായി കാണുന്ന ആളല്ലേ? ഏത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് പ്രൈവറ്റ് മൂലധനം കൊണ്ടുവരാത്തത്? വികസനം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാവൂർ സമരം നടക്കുമ്പോ പ്രേംകുമാർ അത് പറഞ്ഞിട്ടുണ്ട്. പ്രേംകുമാർ അങ്ങനെ EMS കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മാവൂർ സമരം നടക്കുമ്പോ. ഞാൻ മാവൂർ സമരത്തിലൊന്നും പങ്കെടുത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോഴേ വെറുതെ പറയല്ല സുഹൃത്തെ. മാവൂർ സമരം നടക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. മാവൂർ സമരത്തെ പറ്റി നിലപാട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഘട്ടം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. വാസുകേട്ടനൊക്കെ സമരം നടക്കുന്നത് ഞാൻ സ്കൂളിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്. ശരി, ആ സമരത്തെ പറ്റിയാ പറഞ്ഞത്. വേറെ ആരെ പറ്റിയോ പറയുന്നത്? ശരി, ഓക്കെ. എന്തായാലും CPM-ന്റെ പുതിയ വികസന രേഖ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. നോക്കാം ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ പ്രേംകുമാർ, ഡോക്ടർ ആസാദ്, NMPS ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.